അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വിഷ്ണു, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. മേ ബി നമ്മൾ അൺഒഫീഷ്യലി വിഷ്ണുനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ആണ് ഇതൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വിഷ്ണുനോട് പറയുന്നത്. സോ വിഷ്ണുവിന്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ക്വിക്ലി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് വിഷ്ണുവിന്റെ BSc ചെയ്തിട്ടുണ്ടായിരുന്നത് ദേവഗിരി കോളേജിൽ നിന്ന്. അപ്പൊ വിഷ്ണുവിനോട് ചോദിക്കാം, വിഷ്ണു BSc സമയത്ത് എങ്ങനെയായിരുന്നു? കോമ്പറ്റീവ് എക്സാമിനേഷൻസ് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അതോ? ആക്ച്വലി BSc സെക്കൻഡ് ഇയർ മുതൽ ഞാൻ ജാമിന്റെ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. ബെൻസിലല്ല, മറ്റൊരു സ്ഥാപനത്തിലായിരുന്നു. അപ്പം സെക്കൻഡ് ഇയർ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എന്താണ് ജാം അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കാന്ന് വിചാരിച്ച് പോയതാണ്. ഇപ്പൊ എക്സാം എഴുതി സീരിയസ് ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ക്ലാസ്സിൽ പോയിരിക്കുന്നു. അല്ലാതെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. എക്സാം എഴുതി ക്വാളിഫൈ ആയിട്ടില്ല ആ ടൈം. പിന്നെ തേർഡ് ഇയറിൽ സെയിം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് പഠിക്കുന്നത്, പക്ഷെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എന്തായാലും ഒരു വർഷം കളയാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഡിഗ്രി കഴിഞ്ഞിട്ട്. അപ്പം ആ വർഷം തന്നെ എങ്ങനെയെങ്കിലും ജാം കിട്ടിയിട്ട് എവിടെയെങ്കിലും കയറണം എന്നുള്ള ആഗ്രഹം തേർഡ് ഇയറിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തേർഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ജാമിന്റെ കോച്ചിങ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ തേർഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഫുൾ ലോക്ക്ഡൌൺ ആയിരുന്നു. തേർഡ് ഇയർ കംപ്ലീറ്റ് ഓൺലൈൻ മോഡിലായിരുന്നു. അപ്പം ആക്ച്വലി ഈ പഠിക്കാൻ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു ജാമിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ നല്ലോണം പഠിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ എന്റെ റാങ്ക് 890 ആണ്. 890 അങ്ങനെ ഒരു മോശം റാങ്ക് അല്ല, പക്ഷെ സ്റ്റിൽ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ പഠിച്ചതിനുള്ള ഒരു റാങ്ക് ആയിരുന്നില്ല അത്. അപ്പം പിന്നെ ഞാൻ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മെയിൻലി ഞാൻ പ്രോബ്ലംസ് ചെയ്യുന്നത് അത്രയും ഫോക്കസ് ചെയ്തിട്ടില്ലായിരുന്നു ജാമിന്. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഞാൻ പഠിച്ചിട്ടുണ്ട് ജാമിന്, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രോബ്ലം ചെയ്തത് വളരെ കുറവായിരുന്നു ജാമിന്റെ ടൈപ്പിൽ. അപ്പം അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ച ഒരു റാങ്കിലേക്ക് എത്തായിരുന്നതെന്ന് ഇപ്പൊ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം 890 മോശമില്ലാത്തൊരു റാങ്കാണ്. അത് വെച്ചിട്ട് ഞാൻ NIT സൂറത്കല്ലാണ് ജോയിൻ ചെയ്തത്. സൂറത്കല്ല് നല്ല കോളേജൊക്കെ തന്നെയായിരുന്നു, എല്ലാ ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ പഠിക്കുന്ന രീതി കുറച്ചുകൂടെ മാറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല റാങ്കിലേക്ക് വരായിരുന്നു എന്നാണ് എനിക്ക് അന്നത്തെ ഇത് ഇപ്പൊ തോന്നുന്നത്. വിഷ്ണു ഡിസർവ് ചെയ്തൊരു അല്ലെങ്കിൽ വിഷ്ണു ഇട്ട എഫേർട്ടിന് ഇക്വലന്റ് ആയിട്ടുള്ള റാങ്ക് ആക്ച്വലി കിട്ടിയിരുന്നില്ല. ആൻഡ് അതിന്റെ റീസൺ വിഷ്ണു പഠിക്കാനല്ല, പക്ഷെ റൂട്ട് ആയിരുന്നു പ്രശ്നം അല്ലേ? അതെ, അതെ. പ്രോബ്ലംസ്. ഞാൻ ശരിക്കും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ജാമിന്. പക്ഷെ ഞാൻ പഠിച്ച രീതി കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു, വേണ്ട ഒരു രീതിയിലല്ല പഠിച്ചതെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. ഓക്കെ. വിഷ്ണു എങ്ങനെയായിരുന്നു പ്രിഫറൻസ്? കൂടുതൽ ഓർഗാനിക്കിനോടായിരുന്നോ ഫിസിക്കൽ ആയിരുന്നോ? എങ്ങനെയായിരുന്നു പഠിച്ച സമയത്ത് ജാം ടൈം? ജാം ടൈം ആണെങ്കിലും നെറ്റ് ടൈം ആണെങ്കിലും ഒക്കെ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഓർഗാനിക് ഞാൻ ഏഹ്, വളരെ കുറച്ച് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഫിസിക്കലും ഇനോർഗാനിക്കും തന്നെയാണ് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്. എന്തോ ഓർഗാനിക് എനിക്ക് ഏഹ്, ഏഹ്, എന്താ പറയാ, സാധാ ആ ടോപ്പിക്കിൽ മാത്രമായിട്ട് കൺഫൈൻ ചെയ്ത് നിൽക്കുന്ന ടോപ്പിക്സ് ആണെങ്കിൽ ഞാൻ പഠിച്ചെടുക്കും. പക്ഷെ ഈ നെയിംഡ് റിയാക്ഷൻസ് അതൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ആ സൈഡിലേക്ക് ഞാൻ അധികം ഫോക്കസ് ചെയ്തിട്ടില്ല. ഓൾറെഡി അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ എനിക്ക് MSc ക്ലാസ്സിൽ ലാസ്റ്റ് സെമ്മിൽ എനിക്കൊരു സാർ ഉണ്ടായിരുന്നു. സാറിന്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ ആ ഒരു ഓർഗാനിക് എനിക്ക് അറിയാം. ആ ഒരു ഓർഗാനിക് മാത്രമേ ഞാൻ ഓർഗാനിക് സൈഡിൽ നോക്കിയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഫിസിക്കലും ഇൻഓർഗാനിക്കും തന്നെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്, ജാമിനാണെങ്കിലും നെറ്റിനാണെങ്കിലും. പക്ഷേ ഞാൻ നെറ്റ് എഴുതുന്നത് 2 കൊല്ലം മുന്നെയാണ്. അന്ന് അങ്ങനെ മതിയായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെ അല്ലാന്ന് കേൾക്കുന്നു. എല്ലാം അങ്ങനെയല്ല, മൂന്ന്. ഇപ്പൊ കുറച്ചും കൂടെ ആ, നമ്മൾ ഓവറോൾ നോക്കുമ്പോഴാണ് കിട്ടുക. അറ്റ്ലീസ്റ്റ് അതെ. ഇപ്പൊ ഇപ്പൊ വിഷ്ണു പറഞ്ഞതുപോലെ രണ്ട് ഏരിയസ് സ്ട്രോങ് ആക്കിയാലും ഓക്കെയാണ്, പക്ഷെ ആ സ്ട്രെങ്ത് നല്ലതുപോലെ വേണം. അതെ. ഓക്കെ, അപ്പൊ വിഷ്ണു എം പണ്ട് എസ് സിക്ക് നമ്മള് നമ്മള് നെറ്റ് പറഞ്ഞു. എഴുതുന്ന ടൈമിൽ സ്ഥിരമുള്ള ഒരു ട്രെൻഡാണ് അതങ്ങനെ. എല്ലാരും അതെ, 2 ടോപ്പിക് നോക്കും, ഒരു ടോപ്പിക് ഒഴിവാക്കും. അങ്ങനെയാണ്. ഓർഗാനിക് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവര് ഫിസിക്കല് കംപ്ലീറ്റ്ലി ഒഴിവാക്കും. അങ്ങനെ അതെ, ഒരു അതെ. ട്രെൻഡ് ആയിരുന്നു ആ ടൈമില്. പക്ഷെ ഇപ്പൊ അത് മാറി. ഇപ്പൊ ഇത് ഇവോൾവ് ചെയ്യുന്നുണ്ട്, ഓരോ ഇയർ കഴിയുന്നതോറും എക്സാംസ് അനുസരിച്ച് അതെ, മാറി. അതെ, അതെ. വിഷ്ണുവിന്റെ ജാമിന് ഒരു അറൌണ്ട് 900 റാങ്ക് കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു 1 ഇയർ ഡ്രോപ്പ് ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നോ? അതിനുശേഷം ഒരു ബെറ്റർ ഇല്ല റാങ്കിലേക്ക്? എനിക്ക് ഇല്ല എനിക്ക് പണ്ട് മുതലേ എനിക്ക് ഒരു കൊല്ലം ഡ്രോപ്പ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് എന്തോ ഭയങ്കര പ്രശ്നമായിട്ടാണ് തോന്നിയത്. അത് ഇപ്പൊ അത് ആലോചിക്കുമ്പോൾ അത് അത്ര വലിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അന്നത്തെ ആ സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത് ഒരു കൊല്ലം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് ഒരു കാലത്തും താല്പര്യമില്ലായിരുന്നു. അത് അങ്ങനെയായിരുന്നു ആ ടൈമില്. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ അത് അത്ര വലിയൊരു, അതായത് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ റാങ്കിലേക്ക് എത്തുന്ന നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു കൊല്ലം
നഷ്ടപ്പെടുന്നത് അത്ര വലിയൊരു നഷ്ടമൊന്നും അല്ല എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. വിഷ്ണു, എനിക്ക് സുഹൃത്തുക്കളുടെ പഠനം എങ്ങനെയായിരുന്നു? ഐ തിങ്ക് കോവിഡ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ മോസ്റ്റ്ലി ഓൺലൈൻ ആയിരിക്കുമല്ലോ അല്ലേ? അതെ അതെ അതെ, ഫസ്റ്റ് സെം ഓൺലൈൻ തന്നെയായിരുന്നു. ഓക്കെ. പിന്നെ ഫസ്റ്റ് സെം കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്യാമ്പസിലേക്ക് പോകുന്നത്. NIT പോയത്. സൂറത്കൽ എന്ന് പറയുമ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ സ്വന്തമായിട്ട് ബീച്ചൊക്കെ ഉള്ള ഒരു ക്യാമ്പസ് ആണ്. അപ്പൊ ഓക്കെ. അതാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ. പല നോർത്ത് ഇന്ത്യൻസ് ഒക്കെ പലരും അങ്ങോട്ട് വരുന്നത് തന്നെ ബീച്ച് ബീച്ച് കാണാത്ത കിട്ടാൻ ആൾക്കാർ. വേണ്ടിയല്ലേ? ആ അതെ അതെ, അങ്ങനത്തെ ഫെസിലിറ്റീസ് ആയാലും എല്ലാ ഫെസിലിറ്റീസും ഉള്ള കോളേജാണ്. നല്ല ടീച്ചേഴ്സ് ആണ്, ഒക്കെയാണ്. അപ്പൊ വിഷ്ണു, അപ്പൊ നെറ്റിന്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ മെസ്സിക്ക് ശേഷം ഒബ്വിയസ്ലി മെസ്സി ഇപ്പം ജാമ ക്ലിയർ ചെയ്ത് നെറ്റിലേക്ക് എത്തിക്കഴിയും. സ്വാഭാവികമായിട്ടും ഒരു റിസർച്ച് അല്ലെങ്കിൽ നാഷണൽ ലെവൽ കോമ്പറ്റീവ് എക്സാമിനേഷൻസ് ആ ഒരു ആസ്പെക്ടിൽ കൂടുതൽ ആലോചിച്ചു തുടങ്ങും. സോ വിഷ്ണുവിന്റെ മനസ്സിൽ നെറ്റ് എന്നുള്ളൊരു ഒരു പ്ലാൻ അല്ലെങ്കിൽ അതിലേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് ഏതൊരു പീരീഡിലാണ്? ശരിക്കും പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ ഒന്നും ഞാൻ അങ്ങനെ നെറ്റിനെയും JRF പറ്റിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, അറിയാം, ഒക്കെയാണ്. പക്ഷെ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് പഠിക്കാനൊന്നും ഞാൻ തുടങ്ങിയിട്ടുള്ള ഇല്ലായിരുന്നു, നെറ്റിനും JRF-നൊന്നും വേണ്ടിയിട്ട്. പക്ഷെ ഫസ്റ്റ് ഇയർ ഗേറ്റ് എഴുതിയപ്പം ക്വാളിഫൈ ആയിട്ടുണ്ട്, ജസ്റ്റ് ക്വാളിഫൈ ആയി. അതും ഗേറ്റ് ക്വാളിഫൈ ആവുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അല്ല എന്നാണ് തോന്നുന്നത്. കാരണം ആപ്റ്റിറ്റ്യൂഡ് പാർട്ട് എനിക്ക് എപ്പോഴും നല്ല സ്ട്രോങ് ആയിരുന്നു. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ഫുൾ മാർക്ക് കിട്ടിയാൽ പിന്നെ ഗേറ്റ് ക്വാളിഫൈ ആവുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഗേറ്റിൽ നല്ല റാങ്കിലേക്ക് വരിക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. പക്ഷെ ഫസ്റ്റ് ഇയറിൽ ജസ്റ്റ് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ ആയപ്പം ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ നെറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ പഠിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ ഈ ബെൻസിൽ അപ്പാണ് സ്റ്റാർട്ട് ആവുന്നത്. ഞാൻ ജസ്റ്റ് ബ്രിഡ്ജ് കോഴ്സിന് ചേർന്നിരുന്നു. അപ്പം ബ്രിഡ്ജ് കോഴ്സിന് ചേർന്നു. ആദ്യം കുറച്ച് ദിവസമൊക്കെ കണ്ടു. പക്ഷേ ശരി, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടൊന്നുമില്ല. ജസ്റ്റ് നെറ്റിനായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് നോക്കിയിട്ടുണ്ട്. അതല്ലാതെ നെറ്റിനായിട്ട് സീരിയസ് ആയിട്ട് സെക്കൻഡ് ഇയറിൽ ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. അപ്പം 2023 ജൂണിലെ നെറ്റ് എഴുതി. ജസ്റ്റ് ഈ ബ്രിഡ്ജ് കോഴ്സിന്റെ കുറച്ച് ക്ലാസ്സുകളൊക്കെ കണ്ട് പിന്നെ ഞാൻ MSc പഠിച്ച ഒരു വിവരം വെച്ചിട്ട് എഴുതിയതാണ്. അപ്പം അന്ന് 96.5 ആയിരുന്നു എന്റെ മാർക്ക്. അന്ന് നെറ്റിന്റെ കട്ട് ഓഫ്, JRF-ന്റെ അല്ല, നെറ്റിന്റെ കട്ട് ഓഫ് 96.75 ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു 0.25-നാണ് ആദ്യത്തെ പ്രാവശ്യം നെറ്റ് പോയത്. അപ്പം ജസ്റ്റ് കഴിയുന്ന ടൈമിലല്ലേ? അതെ അതെ, MSc കഴിഞ്ഞ ടൈമിൽ എഴുതിയ നെറ്റ് ആയിരുന്നു. 2023 ജൂൺ ജൂൺ എക്സാമിനേഷൻ അല്ലേ? അതെ, അത് ജൂലൈയിലാണ് നടന്നിട്ടുണ്ടാവുക. ജൂലൈയിലായിട്ട് ആ സെഷനിലുള്ള എക്സാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ മെസ്സേജ്. അതിനുശേഷം വിഷ്ണു അയച്ച മെസ്സേജ്. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ കരുതിയിരുന്നത് ജസ്റ്റ് 0.25. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഒരു 200 മാർക്കിന്റെ പരീക്ഷയിൽ കട്ട് ഓഫ് 96.75 ആണ്. വിഷ്ണു സ്കോർ ചെയ്ത് 96.5 ആണ്. ഓക്കെ, 0.25 എന്നുള്ള ഒരു മാർക്കിംഗ് ശരിക്കും എക്സാമിനേഷനിൽ ഇല്ല. വിഷ്ണു പറഞ്ഞാൽ തെറ്റിച്ചത് കുറച്ചിട്ടെങ്കിൽ പോലും വിഷ്ണു നെറ്റ് കിട്ടിപ്പോയാൽ. അതെ അപ്പൊ എനിക്കൊരു വിഷമം തോന്നിയിട്ടാണ് ഞാൻ വിഷ്ണു മെസ്സേജ് അയച്ചത്. പക്ഷെ എനിക്കിപ്പോഴും ആ വിഷ്ണുവിന്റെ റിപ്ലൈ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അല്ല സാർ, എനിക്കത് കിട്ടിയാലും ജസ്റ്റ് നെറ്റിലേക്ക് കിട്ടത്തുള്ളൂ, JRF-ന് എന്തായാലും കുറച്ചും കൂടെ വേണമല്ലോ. അപ്പൊ ഞാൻ അടുത്ത സൈക്കിൾ നോക്കാന്ന് വളരെ പോസിറ്റീവായിട്ടായിരുന്നു വിഷ്ണു പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു നിശ്ചയദാർഢ്യത്തോടാണ് വിഷ്ണു നെക്സ്റ്റ് 6 മന്ത്സ് വർക്ക് ചെയ്തത്. അപ്പോൾ ആ അടുത്ത 6 മന്ത്സിലെ വിഷ്ണുവിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഒരു ബ്രിമ്മിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് എങ്ങനെയായിരുന്നു? അത് ഈ സെഷനിൽ ശരിക്കും 0.25-നാണ് നെറ്റ് പോയത്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ വിഷമമൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടില്ല. ബേസിക്കലി നെറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടില്ല. അപ്പം പഠിച്ചാൽ കിട്ടുമായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റ് ഉണ്ട്. അതല്ലാതെ കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഞാൻ ഇങ്ങനെ ജസ്റ്റ് പോയ സ്ഥിതിക്ക് ഒന്ന് എന്തായാലും JRF-ന് വേണ്ടി പഠിക്കാന്ന് വിചാരിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം തൊട്ടേ അങ്ങനെ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ഒരു ലക്ഷ്യം വെച്ച് അങ്ങനെ പഠിക്കുന്ന ഒരാളൊന്നും അല്ല ആദ്യം തൊട്ടേ. എന്താണോ വരുന്ന ആ ഒരു ഫ്ലോയിൽ പോയതാണ്. അങ്ങനെ ആവരുത് നിങ്ങൾ ആരെന്നാണ് പറയാനുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെയായിരുന്നു, ഒരു ഫ്ലോയിൽ എന്താണോ വരുന്നത് അതിനനുസരിച്ച് ഡിഗ്രി കഴിഞ്ഞു, എന്നാ പിന്നെ PGക്ക് പോവാം. PG കഴിഞ്ഞു, നെറ്റ് എഴുതി ഇത്ര മാർക്ക് കിട്ടി, എന്നാ പിന്നെ ഒരു 6 മാസം JRF-ന് നോക്കാലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നോക്കിയതാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പം നോക്കി നെറ്റിന് ഞാൻ നല്ല പ്രോപ്പർ ആയിട്ട് തന്നെ എല്ലാ ക്ലാസ് ഓൺലൈനിലായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഓൺലൈനിൽ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ക്ലാസിന്റെ പ്രശ്നം കൊണ്ട് നല്ല പറയുന്നത്.
ഒന്നാമത് നമ്മളെ നോക്കാൻ ആരുമില്ല, നമ്മൾ തന്നെ നോക്കണം. അപ്പം നമുക്ക് മൈൻഡിൽ എപ്പം അത് ഉണ്ടായാലും മാത്രമേ ഓൺലൈനിൽ നമുക്ക് ക്ലാസ് കൊണ്ടുപോകാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നിയത്. ഓഫ്ലൈനിലാണെങ്കിൽ ഇപ്പം അവിടുന്ന് അവരെന്നെ നല്ലോണം പുഷ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, ഇജാസ് സാർ ആണെങ്കിലും റംഷദ് സാർ ആണെങ്കിലും ഒക്കെ അവരൊരു കണ്ണെപ്പോഴും ഉണ്ടാവുമല്ലോ. പക്ഷെ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു വിചാരം വേണം എപ്പോഴും. എന്താണ്, ഇത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് കിട്ടണം എന്നുള്ളതാണ്. അപ്പം ഓൺലൈനിൽ ഞാൻ നല്ലോണം ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. എല്ലാ ക്ലാസ് റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. എക്സാമും അതേപോലെ റെഗുലർ ആയിട്ട് എഴുതുമായിരുന്നു. എക്സാം എഴുതുന്നത് തന്നെയാണ് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഇന്ന് ആക്ച്വലി എക്സാമിനേഷൻ ഉള്ള ദിവസമായിരുന്നു. 70 പേരുടെ ബാച്ചിൽ ഇന്ന് ആകെ 10 പേരാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 11 പേരാണ് എഴുതിയത്. അപ്പം നിങ്ങൾ വിഷ്ണു പറഞ്ഞ കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കാം. എല്ലാവർക്കും ഉള്ള തോന്നലാണ് ഫുള്ള് പഠിച്ചെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതൂ, ഇല്ലെങ്കിൽ ആ പരീക്ഷ എഴുതിയ കാര്യമില്ല എന്നാണ് കൂടുതൽ ആൾക്കാരുടെ വിചാരം. അതിനെപ്പറ്റി വിഷ്ണു എന്താണ് പറയാനുള്ളത്? ഫുള്ള് പഠിച്ചെങ്കിലേ എഴുതാവുള്ളൂ, അങ്ങനെയാണോ? ഞാൻ ഞാൻ പഠിക്കാണ്ടാണ് അധിക എക്സാമും എഴുതിയത്. ഞാൻ നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്നല്ല പറയുന്നത്. അതല്ലാതെ ഞാൻ ആദ്യം മുതലേ ഇങ്ങനത്തെ എൻട്രൻസ് എക്സാംസിനല്ല, ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും പോയി എഴുതുമായിരുന്നു. ജസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, എന്താണ് പാറ്റേൺ, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്, അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സ്ഥിരമായിട്ട് എക്സാംസ് എഴുതുമായിരുന്നു. അപ്പം എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ, കുറേ പഠിച്ച് നമ്മൾ മുഴുവൻ പഠിച്ച് തീരെ എക്സാം എഴുതുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആയിരിക്കും നമ്മൾ കുറവാണ് പഠിച്ചതെങ്കിലും മാക്സിമം നമ്പർ ഓഫ് എക്സാംസ് എഴുതുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എക്സാംസ് എഴുതിയിട്ട് അതിന്റെ ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ നോക്കുമ്പോൾ, എന്താണ് തെറ്റിയതെന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതായത് ഒരുപാട് പഠിച്ച് കുറച്ച് എക്സാംസ് എഴുതുന്നതിലും എത്രയോ ബെറ്റർ എന്ന് പറയുന്നത് കുറച്ച് പഠിച്ച് ഒരുപാട് എക്സാംസ് എഴുതുന്നതായിരിക്കും. കുറച്ച് പഠിക്കാന്നല്ല ഞാൻ പറഞ്ഞത്, മുഴുവൻ പഠിക്കണം, പക്ഷെ ആവശ്യത്തിന് പഠിക്കുക അല്ലെ? അതെ, ആവശ്യത്തിന് പഠിക്കണം. പക്ഷെ എക്സാംസ് എഴുതുന്നതാണ് നമ്മളെ നെറ്റ്, JRF ഇതുപോലത്തെ എൻട്രൻസ് എക്സാംസിന് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് പറയുന്നതാണ് നമ്മളെ മാർക്കിൽ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. പ്രിപ്പയർ എല്ലാവരും ഫ്യൂച്ചറിൽ പ്രിപ്പയർ പിന്നൊരു ക- ഉദ്ദേശിക്കുന്നവരും. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പം ഇന്ന് നമ്മൾ എഴുതുമ്പോൾ നമ്മളിപ്പം ഒരു ഫുൾ പേപ്പർ ടെസ്റ്റ് എഴുതുന്ന വെച്ചാൽ നെറ്റിന് ഇന്ന് ചിലപ്പോൾ നമുക്കൊരു 120 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ നാളെ നമ്മൾ എഴുതുമ്പോൾ എന്തെങ്കിലും ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് നമുക്കൊരു 90 മാർക്ക് ആയി പോയിട്ടുണ്ടാവും. മറ്റന്നാൾ പിന്നെയും കൂടും. ഇതൊരു പ്രോസസ്സ് അങ്ങനെയാണ്. ചിലപ്പോ നമുക്ക് കുറയും, ചിലപ്പോ കൂടും. അപ്പൊ അതില് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് മിസ്റ്റേക്ക് പറ്റിയത്, എക്സാം കഴിഞ്ഞാൽ എന്താണ് മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് മെയിൻ. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊക്കെ ഭാഗം തെറ്റി, അതിൽ എന്താണ് തെറ്റ് പറ്റിയത്, ചിലപ്പോൾ സിമ്പിൾ കാര്യങ്ങളൊക്കെ തെറ്റിയിട്ടുണ്ടാവും. അപ്പൊ അത് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് തോന്നുന്നു. അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ശേഷം അതെ, പിന്നെ അതിനനുസരിച്ച് വർക്ക് ചെയ്യുകയും ചെയ്യും. എവിടേക്കാണ് മിസ്റ്റേക്ക് പറ്റിയത് കറക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് വർക്ക്. അതെ. അപ്പൊ വിഷ്ണു ആ ഒരു 6 months, ഐ തിങ്ക് 2023 ജൂലൈ ടു 2024, 2023 23 ഡിസംബർ, ഡിസംബർ. അതായത് അതെ, 23 ഡിസംബർ, ഐ തിങ്ക് 28 എക്സാമിനേഷൻ, ടുവേർഡ്സ് ദ എൻഡ് ആയിരുന്നു എക്സാമിനേഷൻ. അതെ, ആ എക്സാമിനേഷന്റെ ലാസ്റ്റ് ഫേസിൽ എനിക്ക് തോന്നുന്നു വിഷ്ണു ടെസ്റ്റ് സീരീസും എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും, എക്സാംസും എല്ലാം കറക്റ്റ് ഉണ്ടാവും. അപ്പൊ എഴുതി. എക്സാമിനേഷന് പോകുമ്പോൾ വിഷ്ണു കോൺഫിഡന്റ് ആയിരുന്നു, നെറ്റ് ക്ലിയർ ചെയ്ത് കോൺഫിഡന്റ് ആയിരുന്നു? എന്തായിരുന്നു വിഷ്ണുവിന്റെ ഒരു അതെ, സിറ്റുവേഷൻ? ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കിട്ടുന്നുള്ളത് എനിക്ക് നെറ്റ് എന്തായാലും കിട്ടുന്നുള്ളത് ഉറപ്പായിരുന്നു. JRF കിട്ടും തന്നെയാണ് വിചാരിച്ചത്. ഞാൻ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആൻസർ കീ ചെയ്യാൻ വന്ന് പറ്റി? നോക്കിയപ്പോൾ 118 മാർക്ക് ഉണ്ട്. അപ്പൊ ഞാൻ JRF കിട്ടുമോ എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല ശരിക്കും പറഞ്ഞാല്. കിട്ടും എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു. 118 മാർക്ക് ഉണ്ടല്ലോ, ഇനി എന്തായാലും ആലോചിക്കാനില്ല, കിട്ടുന്നു ഞാൻ ഉറപ്പിച്ചു. അപ്പൊ അങ്ങനെയാണ് ജസ്റ്റ് ക്ലിയർ ആയിരുന്നു അല്ലേ അത്? ആ റിസൾട്ട് വന്ന് നോക്കുമ്പോൾ കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കൂടി. 118 കട്ട് ഓഫ്. അപ്പൊ അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം 0.25 നിർഭാഗ്യം കൊണ്ട് കിട്ടാണ്ടായി പോയി. ഇപ്രാവശ്യം ചെറിയൊരു ഭാഗ്യം എന്റെ കൂടെ വന്നുകൊണ്ട് കട്ട് ഓഫിന്റെ സെയിം മാർക്ക് കിട്ടിയിട്ട് JRF കിട്ടി. അപ്പം ചില സമയമൊക്കെ അങ്ങനെയാവാം. ജസ്റ്റിന് നമുക്ക് കിട്ടുകയും ചെയ്യാം, ജസ്റ്റിന് നമുക്ക് കിട്ടാണ്ടാവുകയും ചെയ്യാം. അപ്പം ആ കട്ട് ഓഫ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ആഹ് ആ ആ ഒരു ടൈം, ആ സെഷനിലാണ് കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കൂടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലും കൂടിയെന്ന് തോന്നുന്നു. പിന്നെ അപ്പം താഴോട്ട് ഇറങ്ങിയിട്ടില്ല, പിന്നെ ആ ഒരു ആ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്.
ആ ഈ പ്രാവശ്യം കുറച്ച് കുറഞ്ഞു അല്ല. ഇപ്രാവശ്യം കുറഞ്ഞു. ഇത്തവണ ആ പേപ്പർ അത്രയും ടഫ് ആയതുകൊണ്ടാണ് കട്ട് ഓഫ് നല്ല ആ ഇതായിട്ട് വന്നത്. ആ അപ്പം ആ ഒരു 118 റേഞ്ചിലേക്ക് കട്ട് ഓഫ് എത്തുമെന്ന് വിചാരിക്കുന്നില്ല. അപ്പം അപ്പൊ ഈ പ്രാവശ്യം അങ്ങനെ ആശ്വസിച്ച്, കഴിഞ്ഞ പ്രാവശ്യം 0.25 പോയത് ഇത്തവണ അതിന് പകരം കറക്റ്റ് കിട്ടി. ഇപ്രാവശ്യം കിട്ടി. അതിന് പകരം ഇപ്രാവശ്യം കിട്ടിയെന്ന് വിചാരിച്ചു. അത് ഏത് മൊമെന്റിലാണെങ്കിലും നമുക്ക് കാര്യങ്ങൾ പോസിറ്റീവ് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണമല്ലോ അല്ലേ. എക്സാക്ട് 118. ഓക്കെ. അപ്പൊ ആ ഇയറിൽ ശരിക്കും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു 25% JRF സീറ്റ്സ് കട്ട് ചെയ്തു. കോവിഡിന് ആ ശേഷം അതെ ഗവൺമെന്റ് അതെ. എല്ലാം ബാക്ക് ടു ബേസിക്സ് പഴയതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് സയൻസിന്റെ ഫണ്ടിങ് ആണ് ഫസ്റ്റ് കട്ട് ചെയ്തത്. 25% കട്ട് ചെയ്തു. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ച അറൌണ്ട് 100 ആണ് JRF കട്ട് ഓഫ്. അപ്പൊ 118 വിഷ്ണു ഒന്നും ഞാൻ ആലോചിക്കുന്ന പോലും ഇല്ല. വിഷ്ണുവിനെ കിട്ടിയില്ല പിന്നെ വേറെ ആർക്ക് JRF കിട്ടാനാണെന്നുള്ള ആംഗിളാണ്. പക്ഷെ അത്രയും ഒരു ഹൈ കട്ട് ഓഫിലേക്കാണ് ആ ഇയറിൽ പോയിരുന്നത്. അപ്പൊ അതിനുശേഷം വിഷ്ണു JRF കിട്ടിയപ്പോൾ ഒരു ഒരു മനസ്സിലാവും. കാര്യം കൂടെ ആഡ് ചെയ്തു. അപ്പം 118 കിട്ടി. ഞാനിങ്ങനെ ആൻസർ കീ നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടത് ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നത്, തെർമോഡൈനാമിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വർക്ക് ഡൺ കാണാനുള്ള ഒരു ഗ്രാഫ് വർക്ക് ഡൺ കാണാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ട്രയാങ്കിൾ ആണ് ഗ്രാഫ്. അപ്പം ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടാൽ വർക്ക് ഡൺ ആയി. അപ്പൊ ആൻസറിൽ BH ഉണ്ട്, ഹാഫ് BH ഉണ്ട്, വേറെ എന്തോ രണ്ട് ഓപ്ഷൻസും കൂടെ ഉണ്ട്. ആ ഹാഫ് BH ചെയ്താൽ വരുന്ന ആൻസർ BH ചെയ്താൽ വരുന്ന, അതായത് 6, 12 അങ്ങനെ എന്തോ 4 ഓപ്ഷൻസാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഒന്നും നോക്കാണ്ട് വേഗം ട്രയാങ്കിളിന്റെ ഏരിയ ഞാൻ ആലോചിക്കുന്ന പോലുമില്ല, ഞാൻ BH ചെയ്ത് ഞാൻ ആൻസർ 12 കുത്തുന്നു. അത് കീ നോക്കുമ്പോഴാണ് ഞാനത് കാണുന്നത്. അപ്പൊ അത്രയും സിമ്പിൾ കാര്യങ്ങളൊക്കെ നമ്മൾ തെറ്റിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 5 മാർക്കാണ് പോകുന്നത്. അത് ഒരുപക്ഷെ എനിക്ക് ആ നെറ്റ് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും ആ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ അതിനെ പറ്റി ആലോചിക്കുന്നില്ല. പക്ഷെ ബൈ ചാൻസ് ആ നെറ്റ് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ആ ഇപ്പൊ വല്ലാത്ത റിഗ്രറ്റ് ആലോചിക്കുന്നുണ്ടാവും. ആയിപ്പോയി അല്ലേ. ആ അപ്പം അതുകൊണ്ട് അങ്ങനത്തെ മിസ്റ്റേക്സ് ഒന്നും മാക്സിമം വരുത്താണ്ടിരിക്കുക എന്നാണ് പറയാനുള്ളത്. അത്രയും എക്സാം കാരണം. ഹോളിൽ എല്ലാവർക്കും ഉള്ളതാണ് ഈ ഒരു ബ്ലണ്ടർ. നമ്മൾ ആ ആക്ച്വലി പറയുന്നത് ബ്ലണ്ടർ അതാണ്. എന്നുള്ളതാണ്. അതെ അതെ അത് ചില സമയത്ത് വന്നു പോകുന്നത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. അതെ. അറിയാത്തതാണെങ്കിൽ കുഴപ്പമില്ല. അറിയുന്നത് ഇങ്ങനെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള അറിയുന്ന കാര്യങ്ങൾ മാക്സിമം തെറ്റിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. ഈ ഇങ്ങനത്തെ എക്സാംസിന് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാന്ന് പറയുന്നത്. വിഷ്ണു JRF കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡയറക്ട്ലി PhD തന്നെയാണോ മനസ്സിൽ ഉറപ്പിച്ചിരുന്നത്, അതോ വിഷ്ണുവിന്റെ ഞാൻ ഉള്ളിൽ ഒരു സയന്റിഫിക് ഓഫീസർ എന്ന സ്വപ്നം ഇങ്ങനെ ഉറങ്ങി കിടപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരു എയിം വെച്ചൊന്നും പോയ ആളല്ല. അപ്പം എല്ലാരും PhDക്ക് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് ശരിക്ക് പറഞ്ഞാൽ അങ്ങനെ PhD ചെയ്യണം എന്നൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു ആ ടൈമിൽ. അപ്പം പിന്നെ ഗേറ്റും എഴുതി. ഗേറ്റിന് അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടായിരുന്നു, 156 ആയിരുന്നു. ഇപ്പൊ അതിലും നല്ല റാങ്ക് ഒക്കെ ബെൻസിൽ വരുന്നുണ്ട്. അപ്പൊ അന്നത് നല്ല റാങ്ക് ആയിരുന്നു. ടോപ്പ് റാങ്ക് അപ്പൊ ആയിരുന്നു, സെക്കൻഡ് റാങ്ക് ആ ആയിരുന്നു വിഷ്ണു അന്ന്. ആ അപ്പം 150 ഗേറ്റിന് 156 കിട്ടിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. PhD അഡ്മിഷനെ യൂസ് ചെയ്യാന്നല്ലാതെ ആഹ് അല്ലാതെ കുറച്ചുകൂടെ നല്ല റാങ്ക് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അപ്പം ആഹ് എനിക്ക് പെട്ടെന്ന് ജോലി വേണം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാല്. PhD ചെയ്യുന്നതിനേക്കാൾ PhD ചെയ്താലും പിന്നെ PhD ചെയ്തിട്ട് എന്ത് എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പൊ എനിക്ക് എപ്പോഴും പെട്ടെന്ന് ഒരു ജോലി വേണം എന്നുള്ള ഒരു കാര്യം മനസ്സിലുണ്ടായിരുന്നു എപ്പോഴും. അപ്പം പിന്നെ നമുക്ക് കെമിസ്ട്രി കഴിഞ്ഞവർക്ക് വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ബാർക്കാണ്. ബാർക്കിലെ സയന്റിഫിക് ഓഫീസർ എല്ലാ കൊല്ലവും വിളിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ജോലി എന്നുള്ള രീതിയിലേക്ക് എല്ലാ കൊല്ലവും റെഗുലർ ആയിട്ട് കെമിസ്ട്രിക്കാരെ വിളിക്കുന്നത് ബാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. DRDO ISR ഒക്കെ ആണെങ്കിലും വല്ലപ്പോഴും, അതും വളരെ കുറച്ച് നമ്പറൊക്കെ വിളിക്കുന്നുള്ളൂ. അപ്പൊ ബാർക്ക് റെഗുലർ ആയിട്ട് എല്ലാ കൊല്ലവും വിളിക്കുന്ന ഒരു എക്സാം ആണ്. അപ്പൊ അതിന് എന്തായാലും പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതിനും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ എം എസ് സി കഴിഞ്ഞ ഇയറും ഞാൻ ബാർക്ക് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്റർവ്യൂ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറഞ്ഞോട്ടെ ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. ഷുവർ. ഇന്റർവ്യൂ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ 3 പാനലായിട്ടാണ് ഇന്റർവ്യൂ. പാനൽ 1, പാനൽ 2, പാനൽ 3. അപ്പം അവിടുത്തെ ഇന്റർവ്യൂ മിനിമം ഒരു മണിക്കൂർ എങ്ങനെയായാലും ഉണ്ടാവുന്നുണ്ട്. 50 മിനിറ്റ്സ്, 55 മിനിറ്റ്സ് എന്തായാലും ഉണ്ട്. അപ്പൊ സെലക്ഷനും പ്യൂർലി ബേസ്ഡ് ഓൺ ഇന്റർവ്യൂ. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ. അപ്പം പ്യൂർലി ബേസ്ഡ് ഓൺ ഇന്റർവ്യൂ ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ബാർക്കിന്റെ ഇന്റർവ്യൂവിന് പകരം ഞാൻ കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിരുന്നു. എന്താ ചോദിക്കുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല.
ശരിക്കും ശരിക്കും എനിക്കൊന്നും മനസ്സിലായി. ഫസ്റ്റ് ചോദ്യം അവർ ചോദിക്കും, ഞാൻ പറയും. രണ്ടാമത്തെ ചോദ്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ശരിക്കും ഫസ്റ്റ് പോയപ്പോൾ. പിന്നെ സെക്കൻഡ് ഇയർ അല്ല, ഞാൻ ഈ JRF വേണ്ടി പഠിച്ചിട്ട് ആ ഇയർ ഞാൻ ഒന്നുകൂടെ ബാർക്കിന് പോയി. ആ ടൈമും എനിക്ക് സെയിം പാനലായിരുന്നു, സെയിം അനുഭവമായിരുന്നു. എന്താ ചോദിക്കുന്നത് എന്നുള്ളത് തന്നെ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത്. പാനലിന്റെ കുഴപ്പമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ പഠിച്ചതിന്റെ പ്രശ്നം തന്നെയായിരിക്കും. കാരണം എനിക്ക് എന്താ ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അത് പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും. 1 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മള് ഒരുങ്ങി പോവാണല്ലേ? ഇതാ ഒരുങ്ങി പോകും. അതെ, അറിയെങ്കിൽ വലിയ കുഴപ്പമില്ല, അറിയില്ലെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. അപ്പം അവര് നല്ല ഫ്രണ്ട്ലി ഒക്കെയാണ്, പക്ഷെ എനിക്ക് എന്തോ അവർ ചോദിക്കുന്നത് എന്താന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു 2 ഇന്റർവ്യൂ. അതാണ് എനിക്ക് മെയിൻ പ്രശ്നം പറ്റിയത് ബാർക്കിൽ. പക്ഷെ എല്ലാവർക്കും അങ്ങനെ വിഷ്ണു ടോപ്പിക് ചൂസ് ചെയ്തിരുന്നു ഇന്റർവ്യൂവിന്? ഏത് ടോപ്പിക് ചൂസ് ചെയ്തിട്ടുണ്ട്. ടോപ്പിക് ഞാൻ മെയിൻലി ഫിസിക്കൽ തന്നെയാണ് ചൂസ് ചെയ്തത്. സ്പെക്ട്രോസ്കോപ്പി, കൈനറ്റിക്സ് ഒക്കെ തന്നെയാണ് ചൂസ് ചെയ്തത്. സ്റ്റിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ ആൻസർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ? എന്താന്ന് എനിക്കറിയില്ല. എനിക്കെന്തോ ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്നില്ലായിരുന്നു ആ ഇന്റർവ്യൂല്. രണ്ട് ഇന്റർവ്യൂവും സിമിലർ സിറ്റുവേഷൻ ആയിരുന്നു, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്? സെയിം പാനലായിരുന്നു, സെയിം സിറ്റുവേഷൻ ആയിരുന്നു. എന്താന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ എനിക്കെന്തോ ഒന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു അന്ന്. നമ്മുടെ ബാച്ചിൽ പക്ഷെ അരുന്ധതി അന്ന് ആ വിഷ്ണുവിന്റെ പാനലായിരുന്നു, സെയിം പാനലായിരുന്നോ? അറിയില്ല. പല അരുന്ധതി. ദിവസമായിട്ടല്ലേ നടക്കും, പല ഓക്കെ. ദിവസമായിട്ടല്ലേ നടക്കും. അപ്പം ചിലവർക്ക് നല്ല എക്സ്പീരിയൻസും ആണ്. അപ്പൊ എനിക്ക് ബാർക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു. അപ്പം അതോടെ ആ പ്രാവശ്യത്തോടെ എന്റെ ബാർക്കിന് എഴുതാനുള്ള ഏജ് കഴിഞ്ഞു. പിന്നെ എനിക്ക് എഴുതാൻ പറ്റൂലായിരുന്നു അത്. അപ്പൊ പിന്നെ പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെയും ഒരു കൊല്ലം വേറെ എന്തിനെങ്കിലും ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്ന് പറയുന്നത് എനിക്കത് എപ്പോഴും എന്തോ ഒരു പ്രശ്നമായിരുന്നു. ഒന്നും ചെയ്യാണ്ട് നിൽക്കുക എന്ന് പറയുന്നത് ആലോചിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്നാ പിന്നെ JRF കിട്ടിയില്ലേ, ഇനി PhDക്ക് പോയി ജോയിൻ ചെയ്യാന്ന് വിചാരിച്ച് PhDക്ക് പോയി ജോയിൻ ചെയ്തു. അപ്പൊ അപ്പോഴും എനിക്ക് അപ്പാണ് ഈ കേരള PSCന്റെ സയന്റിഫിക് ഓഫീസർ, ഫോറൻസിക് അങ്ങനത്തെ എക്സാംസ് ഒക്കെ വിളിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. വിളിച്ചും തോന്നുന്നു. അപ്പൊ അതിന് പഠിക്കാലോ, അത് എഴുതാലോ എന്നൊക്കെ വെച്ച് ഞാൻ വേറെ വേറെ 1-2 ഇന്റർവ്യൂസിനൊക്കെ പോയിരുന്നു. പക്ഷെ കിട്ടിയിരുന്നു. പക്ഷെ ഞാൻ തിരുവനന്തപുരത്ത് തന്നെ നിസ്റ്റിലാണ് PhDക്ക് ജോയിൻ ചെയ്തത്. നിസ്റ്റ് തന്നെ തിരുവനന്തപുരത്താണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സാംസ് ഒക്കെ എഴുതാൻ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ PhDക്ക് തിരുവനന്തപുരത്ത് നിസ്റ്റ് പോയിട്ട് ജോയിൻ ചെയ്തത്. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്തു. എനിക്ക് ആദ്യം പറയാനുള്ളത്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റോടെ PhDക്ക് ജോയിൻ ചെയ്യാണ്ടിരിക്കുക. അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഉള്ള കാര്യം. PhD ചെയ്യണം എന്ന് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം PhDക്ക് പോവുക. നിങ്ങളിപ്പോ JRF പഠിച്ചു, JRF കിട്ടി എന്നുള്ളതുകൊണ്ട് PhDക്ക് പോകണമെന്നൊന്നുമില്ല. അപ്പം PhDക്ക് പോവാൻ അത്രയും ആഗ്രഹമുണ്ട്. ആദ്യം ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ഒരു ഡിഗ്രി മുതൽ തന്നെ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഓരോ ഇന്റേൺഷിപ്സ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ഇത് എന്താ പറയാ, നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ, അല്ലെ നമുക്ക് ഇത് താല്പര്യം ഉണ്ടോ എന്നുള്ളത് അറിയാൻ ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ശരിക്കും ഒരു ഇന്റേൺഷിപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു, ഞാൻ ഇന്റേൺഷിപ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഒരു ഐഡിയ കിട്ടും നമുക്ക് PhD ചെയ്യുന്നതിന്റെ മുന്നേ. അപ്പം റിസർച്ചിന് പോകാൻ പറ്റിയ ആളാണോ അല്ലയോ എന്നുള്ള ആ കാര്യങ്ങളൊക്കെ ആ, മനസ്സിലാക്കി. അതെ അതെ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ലാബും അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അതെ, അതും ഇമ്പോർട്ടന്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ അധികം ഒന്നും ആലോചിക്കാണ്ടാണ് പോയി PhDക്ക് ജോയിൻ ചെയ്തത്. പിന്നെ എനിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. എത്ര ചെയ്തിട്ടും ഇതല്ല ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്ത എപ്പോഴും തോന്നലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ആക്ച്വലി ഈ MSc കഴിഞ്ഞ ടൈമിലാണ് എന്റെ ഈ VSSCന്റെ എക്സാം വിളിക്കുന്നത്. 2023 മെസ്സി കഴിഞ്ഞ എന്ന് പറയുമ്പോൾ 23-ലാണ് അല്ലെ? 23 23. ജൂണിലെങ്ങാനാണ് ഈ എക്സാം വിളിക്കുന്നത്. അപ്പൊ ഒരു കൊല്ലത്തിന്റെ മേലേറ്റ് ഈ എക്സാമിനെ പറ്റി ഒരു അഡ്രസ്സും ഇല്ല. അപ്പം ഇതിന്റെ കാര്യം ഞാൻ മറന്നു വരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. ഒരു അഡ്രസ്സും ഇല്ല. മറന്നുപോയല്ലേ? ആ ഒരു അഡ്രസ്സും ഇല്ല ഈ എക്സാമിന്റെ. എന്തൊക്കെയോ അതിന്റെ തൊട്ട് മുന്നേ എന്തൊക്കെയോ VSSCയിൽ എക്സാം നടത്തിയിട്ട് കോപ്പി അടീന്റെ പ്രശ്നമൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്തൊക്കെയോ
ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് ആ എക്സാം ഭയങ്കര ലാഗായി. അപ്പം അത് 2024 ഓഗസ്റ്റിലാണ് നടക്കുന്നത്. അത് ഞാൻ ജോയിൻ നിസ്റ്റിൽ ജോയിൻ ചെയ്തിട്ട് 2-3 മാസം കഴിഞ്ഞിട്ടാണ് ആ എക്സാം നടക്കുന്നത്. അപ്പം ഞാൻ എക്സാംസിന് ഇനിയും പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്താൽ എല്ലാവർക്കും മെയിനായിട്ട് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ടൈം കഴിയും തോറും നമ്മളെ കയ്യിലുള്ള സബ്ജക്റ്റ് പോയിക്കൊണ്ട് നിൽക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക് മാത്രമായിരിക്കും നമ്മളെ കയ്യിൽ ഉണ്ടാവുക. കെമിസ്ട്രി പഠിച്ചതൊന്നും എവിടെ ഉണ്ടാവില്ല. പല പി എച്ച് ഡി കഴിഞ്ഞു വരുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണത്. അപ്പൊ അങ്ങനെ ആവരുത് എന്ന് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെറ്റിന്റെ നോട്ടൊക്കെ എടുത്ത് നോക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ജോയിൻ ചെയ്ത പാടുമായിരുന്നു. അതുകൊണ്ട് അധികമൊന്നും അങ്ങനെ മറന്നു പോകേണ്ട ടൈം ആയിട്ടും ഇല്ല. അപ്പം BSSCയുടെ എക്സാം വന്നു ഓഗസ്റ്റിലായിരുന്നു എക്സാം ഉണ്ടായത്. അങ്ങനെ ഓഗസ്റ്റിൽ എക്സാം എഴുതി. എക്സാം എനിക്ക് ഭയങ്കര നല്ലതായിരുന്നു. അപ്പം അങ്ങനെ കിട്ടുന്ന എനിക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു. പക്ഷെ എക്സാം ഭയങ്കര നല്ലതായിരുന്നു. നന്നായിട്ട് എഴുതി. 3 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത് BSSCന്റെ അത് എക്സാമിന്. ഓൾ ഓവർ ഇന്ത്യ 3 വേക്കൻസീസ് ആണോ അതോ അതെ. VSSCയിലേക്കായിട്ട് വിളിച്ച പോസ്റ്റാണ്. VSSC തിരുവനന്തപുരം, ISROന്റെ തിരുവനന്തപുരം സെന്ററാണ് VSSC. VSSCയിലേക്കായിട്ട് വിളിച്ച പോസ്റ്റാണ്. 3 പോസ്റ്റാണ് ഉണ്ടായത്. അപ്പം 3 പോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല അധികം. 3 പോസ്റ്റല്ലേ കിട്ടൂല്ലോ എന്നാണ് ആദ്യം വിചാരിക്കുന്നത്. പക്ഷെ എക്സാം എഴുതിയാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലോണം ചെയ്യാൻ പറ്റും. അപ്പം എക്സാം എഴുതി. പിന്നെ കീ വന്ന് നോക്കിയപ്പോൾ നല്ല മാർക്ക് ഉണ്ടായി. 85.6 അങ്ങനെ എന്തോ ഉണ്ടായി 100-ല്. ഔട്ട് ഓഫ് 100 അല്ലേ? അതെ. ഫുൾ അപ്പം കെമിസ്ട്രി മാത്രമുണ്ടോ ക്വസ്റ്റ്യൻസ് അതോ? കെമിസ്ട്രി എനിക്ക് 80 മാർക്ക് കെമിസ്ട്രിയും 20 മാർക്ക് ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നു. ടൈം എങ്ങനെയാണ് എക്സാമിനേഷൻ വരുന്നത്? ടൈം 1.5 മണിക്കൂർ, 90 മിനിറ്റ് ആണ്. മാർക്കിംഗ് സ്കീം 90. എത്ര ക്വസ്റ്റ്യൻ മാർക്കിംഗ് സ്കീം? ഒരു മാർക്ക് കറക്റ്റ് ആൻസറിന് 1 മാർക്ക്, 1/3 നെഗറ്റീവ്. നെഗറ്റീവ്. അങ്ങനെയാണ്. അങ്ങനെയാണ്. അപ്പം 85 എന്നൊക്കെ പറഞ്ഞാല് വളരെ ഹൈ സ്കോർ ആണ്. അതെ. അപ്പൊ നമ്മള് എത്ര അറിയുന്നതാണെങ്കിലും നമ്മൾ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറെ നെഗറ്റീവ് വരും. പക്ഷെ ചില ദിവസം നമ്മൾ എഴുതുന്ന എല്ലാം ശരിയായിട്ട് വരും. അങ്ങനെ ഒരു ദിവസമായിരുന്നു ആ എക്സാം നടന്നതാണ് തോന്നുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വിഷ്ണു ഡിസ്കണക്ട് ആയി പോയതാണോ? കേൾക്കുന്നുണ്ടോ? വിഷ്ണു റെഡി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ദിവസമായിരുന്നു അത്. അപ്പൊ എക്സാമിന് 85.6 ആയിരുന്നു തോന്നുന്നു. 85 റേഞ്ചിലാണ് കിട്ടിയത്. അപ്പം ഇന്റർവ്യൂവിന് വിളിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായി. അപ്പം ഞാൻ പി എച്ച് ഡിന്റെ ടൈമിലും ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ബാർക്കിന്റെ 2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പിന്നെ PhD ക്ക് ആണെങ്കിൽ JNCSRലും അറ്റൻഡ് ചെയ്തു, IIScയിലും അറ്റൻഡ് ചെയ്തു, IIT മദ്രാസിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്രയും സ്ഥലത്ത് ഇന്റർവ്യൂവിന് പോയതുകൊണ്ട്. അപ്പം ISRോട് ഇന്റർവ്യൂ എവിടെ വെച്ചിട്ടായിരുന്നു? VSSC വെച്ചിട്ട് തന്നെയായിരുന്നു. ISRO വെച്ചിട്ട്. അതെ. അപ്പം എത്ര പേര് ഷോർട്ട് ലിസ്റ്റ് ആയി ഏകദേശം? 16 ആളാണ് ഷോർട്ട് ലിസ്റ്റ് ആയത്. ഓവർ ആപ്ലിക്കൻസിന്റെ കൗണ്ട് എത്രയായിരുന്നു ഈ എക്സാമിനേഷനിലേക്ക്? ആപ്ലിക്കൻസിന്റെ കൗണ്ട് എത്രയാന്നുള്ളത് അറിയില്ല. പൊതുവെ ഈ 3 വേക്കൻസീസ് കാണുമ്പോൾ കുറെ ആൾക്കാർ അതിൽ നിന്ന് അപ്ലൈ ചെയ്യൂല. അതെ. അപ്ലൈ ചെയ്തു. അപ്ലൈ അങ്ങനെ 16 പേര് ഇന്റർവ്യൂ ചെയ്തു. അതെ. 16 ആളാണ് ഇന്റർവ്യൂവിന് ഉണ്ടായത്. VSSC തന്നെയായിരുന്നു ഇന്റർവ്യൂ. 3 വേക്കൻസി. അപ്പം എക്സാമിന് നല്ല മാർക്ക് ഉള്ളതുകൊണ്ട് ഇതിന്റെ മാർക്കിന് ഇപ്പം നമ്മളത് പ്യുവർലി ഇന്റർവ്യൂ ബേസ്ഡ് ആണെങ്കിൽ ISROന്റെ 50% വെയിറ്റേജ് എക്സാമിനും 50% വെയിറ്റേജ് ഇന്റർവ്യൂവിനുമാണ്. അപ്പം എക്സാമിന് ഓൾറെഡി നല്ലൊരു മാർക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ചെറിയൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു കിട്ടുന്നുള്ളത്. അപ്പം അങ്ങനെ ഇന്റർവ്യൂവിന് പോയപ്പം ISROന്റെ ഇന്റർവ്യൂ ബാർക്കിന്റെ ഇന്റർവ്യൂ പോലെ അല്ലായിരുന്നു, കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. അതായത് ബാർക്കിന്റെ ഇന്റർവ്യൂ ഏകദേശം 1 മണിക്കൂർ അതിന്റെ മേലെ പോകുന്ന ഇന്റർവ്യൂ ആണെങ്കിൽ ISROന്റെ ഇന്റർവ്യൂ 20 മിനിറ്റേ ഉള്ളൂ. അപ്പം 20 മിനിറ്റും അതായത് പെട്ടെന്ന് ചോദ്യം ചോദിക്കുകയായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ അതിന്റെ മേലെ വേറെ ക്വസ്റ്റ്യൻ, അതിന്റെ മേലെ വേറെ ക്വസ്റ്റ്യൻ ഇപ്പം ബാർക്കിൻ്റെത് എങ്ങനെയാ വെച്ചാൽ മെല്ലെ തുടങ്ങി അതിന്റെ മേലെ തന്നെ ഇങ്ങനെ പോവുക ചെയ്യുക. നമ്മൾ എവിടം വരെ ആൻസർ പറയാണ്ട് നിൽക്കുന്നോ അവിടം വരെ അവർ എത്തിക്കുക. അങ്ങനെ ഇതിൻ്റെത് നേരെ തിരിച്ചായിരുന്നു. പെട്ടെന്ന് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്
ചോദിച്ചു പോകുന്ന ഉണ്ടായത് ISROന്റെ ഇന്റർവ്യൂ. അപ്പൊ അന്നത്തെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ 20 മിനിറ്റ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏകദേശം വിഷ്ണു ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു. മെമ്മറിലുണ്ടോ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അങ്ങനെ? കോഡിന് എന്നോട് യാണ്ടല്ലോ ഡിസ്റ്റോർഷനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ NMR, NMRല് എന്താണ് NMRൽ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ഓർമ്മയില്ല. 2D NMRനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചത്. കറക്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്നുള്ളത് ഓർമ്മയില്ല. 2D NMR ആണ് ചോദിച്ചത്. അങ്ങനെ 20 മിനിറ്റ്സ് അതെ അതെ, അത്രേ ഉള്ളൂ, പെട്ടെന്ന് കഴിയുന്നുണ്ടായിരുന്നു. അന്ന് കൂടെ വന്നിട്ടുള്ളവരുടെ ക്വാളിഫിക്കേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിചയമുണ്ടോ കൂടെ അന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കൂടെ വന്നിട്ടുള്ളവർ? കൂടെ വന്നവരില് MSc കഴിഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു, PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് വേറെ പബ്ലിക് സെക്ടർ കമ്പനീസിലും ഗവൺമെന്റ് സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ കേരളൈറ്റ്സ് ആയിരുന്നു എല്ലാവരും? കേരളൈറ്റ്സ് ഉണ്ട്. കേരളൈറ്റ്സ്. ബി എഡ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ. സോ ഒരു ജസ്റ്റ് ഒരു MSc കഴിഞ്ഞിട്ടുള്ള ചെറിയ പൂൾ അല്ല, ഒരു വലിയ പൂള്. പല ഡൊമൈനിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ VSSCയിൽ നമ്മളെ കെമിസ്ട്രി ബേസ്ഡ് മെയിൻ ആയിട്ട് നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിസ്ട്രി റിലേറ്റഡ്, അതായത് ലിഥിയം ബാറ്ററീസ് അത് റിലേറ്റഡും പിന്നെ പോളിമേഴ്സ് ആണ് മെയിൻ ആയിട്ട് നടക്കുന്ന വർക്ക് കെമിസ്ട്രിയിൽ. അപ്പം എക്സാമിലും അത് ശരിക്കും പറഞ്ഞാൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എക്സാമിലും മെയിൻ ആയിട്ട് സാധാരണ നമ്മൾ നെറ്റിനും ഒക്കെ പഠിക്കുമ്പോൾ, നെറ്റിനും ഗേറ്റിനും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ മാക്സിമം ഒരു ക്വസ്റ്റ്യൻ അല്ലെ 2 ക്വസ്റ്റ്യൻ അല്ലെ മാക്സിമം പോളിമർന്ന് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇവിടുത്തെ എക്സാമിന് ശരിക്കും പറഞ്ഞാല് 100 ക്വസ്റ്റ്യനിൽ ഒരു 10 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് പോളിമർ ഉണ്ടായിരുന്നു. ഒരു 10 ക്വസ്റ്റ്യൻ ഇലക്ട്രോ കെമിസ്ട്രി നെറ്റിനും നമ്മൾ നല്ലോണം പഠിക്കുന്നുണ്ട്. ഇതിന് ഇലക്ട്രോ കെമിസ്ട്രി അതേപോലെ ഒരു 10 ക്വസ്റ്റ്യൻ അടുപ്പിച്ചുണ്ടായിരുന്നു. അപ്പം പോളിമറും ഇലക്ട്രോ കെമിസ്ട്രി ആയിരുന്നു ശരിക്കും പറഞ്ഞാല് നല്ലോണം ഉണ്ടായത്. അപ്പം വെയിറ്റേജ് ഞാൻ ഉണ്ടായിരുന്നല്ലേ? ഓഡിബിൾ ആണല്ലോ അല്ലെ? കേൾക്കാം കേൾക്കാം. ആ ആ അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മനസ്സിലായി ഇങ്ങനെ പോളിമർ നല്ലോണം ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ പോളിമർ കുറച്ചുകൂടെ ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്തിരുന്നു. നമ്മൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് പോളിമർ ഒന്ന് പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത്, നമ്മൾ ഏത് എക്സാമിന് പോകുമ്പോൾ എക്സാമിന്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏത് എക്സാമിന് പോകുമ്പോൾ എന്താണ് ആ എക്സാമിന്റെ പാറ്റേൺ, എങ്ങനെ എഴുതണം, എവിടെ നിന്നൊക്കെയാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത, എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രീവിയസ് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പം പ്രീവിയസ് നോക്കാണ്ട് ഒരു എക്സാമിനും പോവാണ്ടിരിക്കുക എന്നുള്ളതാണ് തോന്നുന്നത്. എക്സാമിനേഷന് ശേഷം ഏകദേശം അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് ശേഷം ഇതിന്റെ ടൈം ഗ്യാപ്പ് എങ്ങനെയായിരുന്നു? എക്സാമിന് ശേഷം എത്ര ഗ്യാപ്പ് കഴിഞ്ഞ ഇന്റർവ്യൂ, എത്ര ഗ്യാപ്പ് കഴിഞ്ഞ റിസൾട്ട്, അത് ഏകദേശം എങ്ങനെയായിരുന്നു? എക്സാം ശരിക്കും പറഞ്ഞാല് ഓഗസ്റ്റിലായിരുന്നു. എനിക്ക് തോന്നിയത് ISROന്റെ പൊതുവേ ഉള്ളൊരു നേച്ചറാണ് ഇത് എന്നാണ് തോന്നിയത്. എക്സാം, അതായത് ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടന്ന് ഒരാളെ എടുക്കുന്നത് ഭയങ്കര ലാഗാണ് പൊതുവെ. ഇപ്പം ഒരു സയന്റിഫിക് അസിസ്റ്റന്റ് കുറച്ചു മുന്നേ എക്സാം നടന്നിരുന്നു VSSCന്റെ, അതും ഇതുപോലെ തന്നെയാന്ന് തോന്നുന്നു. നോട്ടിഫിക്കേഷൻ വന്ന് കുറെ കഴിഞ്ഞിട്ടാണ് എക്സാം നടന്നതൊക്കെ. ബാർക്കിന്റെ ആണെങ്കിൽ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കും, ഡേറ്റ് ആദ്യം പറഞ്ഞിട്ട് തന്നെ നടക്കും. അപ്പം ഇത് പിന്നെ ഫെബ്രുവരിയിലാണ് ഇന്റർവ്യൂ ഉണ്ടായത്. പിന്നെ ഗ്യാപ്പ് ആയല്ലേ? അതെ അതെ. അപ്പൊ റിസൾട്ട് വരുന്നത് 2025 ഫെബ്രുവരിയിലാണ് ഇന്റർവ്യൂ. അതെ, 25 ഫെബ്രുവരിയിലാണ് ഇന്റർവ്യൂ. എനിക്ക് ആ സമയത്താണ് ഞാൻ വിഷ്ണുവിനെ നമ്മൾ ലിസ്റ്റിൽ വെച്ച് മീറ്റ് ചെയ്യുന്നത് അല്ലേ? ഏകദേശം അതിന് കുറച്ച് മുന്നേ, അതെ അതെ ഡിസംബർ അതെ ജാനുവരി അതെ. ആണ്. ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഞാൻ ഇന്റർവ്യൂവിന് വിഷ്ണു പോകുന്നത്. പറഞ്ഞിട്ടില്ല അന്ന്. വിഷ്ണു ആ ഇന്റർവ്യൂവിൽ എന്താണ് റിസർച്ചിൽ വളരെ അതെ. പാഷനേറ്റ് ആയിട്ട് നടക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇന്റർവ്യൂവിന് പോകുന്നതൊന്നും. എക്സാം കിട്ടിയതും ആരോടും പറഞ്ഞിട്ടില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാന്ന് വെച്ച്. ഇന്ന് എനിക്കൊന്ന് ഞാൻ ലിസ്റ്റിൽ വന്നിട്ട് വെയിറ്റ് ചെയ്ത് വിഷ്ണുവിനെ കാണാനായിരുന്നു. ബാക്കി എല്ലാവരും പുറത്തുണ്ടായിരുന്നു, വിഷ്ണു പക്ഷെ ലാബിലായിരുന്നു. ഓക്കെ. എന്നിട്ട് ഫെബ്രുവരി ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴായിരുന്നു റിസൾട്ട് വരുന്നത്? റിസൾട്ട് മാർച്ചിൽ വന്നു. അപ്പൊ മാർച്ചിൽ വന്നപ്പോൾ ഞാൻ ശരിക്കും ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റ് 1 ആയിരുന്നു. ഓ. വെയിറ്റിംഗ് ലിസ്റ്റ് 1 ആയിരുന്നു. പിന്നെ ഒരു കൊല്ലം ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് ലിസ്റ്റ്. അപ്പൊ വെയിറ്റിംഗ് ലിസ്റ്റ് 1 ആയി എന്ന് പറഞ്ഞപ്പോ എനിക്ക് എല്ലാം ഇങ്ങനെയാണ് നിൽക്കുന്നത്. എല്ലാം ഒരു ഒന്നെങ്കിൽ ഒന്നെങ്കിൽ അപ്പുറത്ത് അല്ലെങ്കിൽ ഇപ്പുറത്ത് എന്നുള്ള പോലെ എല്ലാം എന്തെഴുതിയാലും വരുന്നത്. അപ്പം വെയിറ്റിംഗ് ലിസ്റ്റ് 1 എന്ന് പറഞ്ഞപ്പോ എനിക്ക്
ഭയങ്കര ഒരു വിഷമമായിരുന്നു. എന്താ വെച്ചാല് ആകെ 3 വേക്കൻസി ഇത്രയും അടുത്തെത്തി, എന്നിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഈ എക്സാമും നല്ലതായിരുന്നു, ഇന്റർവ്യൂവും നല്ലത് തന്നെയായിരുന്നു, ഇന്റർവ്യൂ എല്ലാം ആൻസർ ചെയ്യാൻ പറ്റി. അപ്പം എന്നിട്ടും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമമായിരുന്നു. അപ്പം അത് കഴിഞ്ഞു. പിന്നെ അത് ഞാൻ വിട്ടു ഓൾറെഡി മൈൻഡ്. ഇനി കിട്ടൂല അതായത് ഈ മാർച്ച് വരെ വാലിഡിറ്റി ഉള്ളൂ, ഇനി കിട്ടൂല എന്നുള്ള മൈൻഡിൽ അത് വിട്ടു ഞാൻ. അപ്പൊ ആദ്യം കിട്ടിയതിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഉണ്ടായിരുന്നു. അപ്പം അവന് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ജിയോ സയന്റിസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അവന് ജിയോ സയന്റിസ്റ്റ് UPSC അല്ലേ? കിട്ടിയിട്ട് അതെ, ജിയോ സയന്റിസ്റ്റ് കിട്ടിയിട്ട് ഇത് VSSC മാത്രമായിട്ടുള്ള പോസ്റ്റ് ആയിരുന്നു. അപ്പം ഓക്കെ. അവൻ ഉത്തർപ്രദേശുകാരനായിരുന്നു. അപ്പം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒന്നും കിട്ടൂലല്ലോ, VSSC തന്നെ നിൽക്കേണ്ടി വരും. അപ്പം ജിയോ സയന്റിസ്റ്റ് ആണെങ്കിൽ നാട്ടിൽ കിട്ടും എന്നുള്ളതുകൊണ്ടായിരിക്കും അവൻ മറ്റേത് ചൂസ് ചെയ്ത് പോയി. അങ്ങനെ അപ്പൊ അപ്പൊ ആ അങ്ങനെയാണ്. വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് വിഷ്ണു. അതെ അതെ, അങ്ങനെയാണ് എനിക്ക് ഓഫർ ലെറ്റർ വരുന്നത്. ഓക്കെ. അപ്പൊ ശരിക്കും ആൾക്കാർ UPSC കിട്ടിയത് വിഷ്ണുവിന് ഹെൽപ്ഫുൾ അതെ ആവുകയും ചെയ്തു അല്ലേ? അതെ 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 അതെ. ഓക്കെ. അപ്പം അപ്പം ഞാനിത് വിഷ്ണു ഓൾറെഡി മൈൻഡിൽ നിന്ന് വിട്ടതായിരുന്നു ശരിക്കും ആ പറഞ്ഞാല്. ഞാനിത് പോയി ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലും സെറ്റായി വരുന്നത്. അപ്പോഴാണ് പിന്നെ ഇത് പിന്നെയും വരുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും ഒരു പ്രതീക്ഷ ഉണ്ടാകത്തില്ല, ചിലപ്പോ ഒരു മെയിൽ വന്നാലോ എന്നൊരു ആ ഒരു കൊല്ലം വാലിഡിറ്റി ഉള്ളത് കൊണ്ട്. അതെ അതെ അതെ. നമ്മുടെ ഈ ദൃശ്യത്തിനകത്ത് സിദ്ദീഖിന്റെ ഒരു അവസ്ഥയായിരുന്നല്ലേ, എന്തെങ്കിലും വരുണ് തിരിച്ചു വരുമോ. ആ, ഓക്കെ. ദെൻ എപ്പോഴായിരുന്നു ശരിക്കും ഫൈനൽ ലിസ്റ്റ് അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് വണ്ണിന്ന് പരിഗണന വന്നത് ഏത് ആ, സമയത്ത്? എനിക്ക് നവംബർ പകുതിയൊക്കെ ആയപ്പോഴാണ് അവിടെ ഇന്റർവ്യൂവിന് പോയപ്പം പരിചയമുള്ള മലയാളീസ് ഉണ്ട്, അവിടെ ജോയിൻ ചെയ്ത ഒരാളുണ്ട്. അപ്പൊ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇയാളിങ്ങനെ പോവുകയാണ്, അപ്പം ആ, വിളിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പൊ നവംബറിൽ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ പിന്നെ എനിക്ക് പിന്നെ വേറൊന്നും റിസർച്ച് ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ആലോചിക്കാൻ പറ്റുന്നില്ല, ഇത് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഡിസംബർ 12-നാണ് ഓഫർ ലെറ്റർ വരുന്നത്. ബൈ പോസ്റ്റ് ആയിരുന്നു അത് അതോ മെയിൽ ആയിട്ടോ? മെയിലാണ്, പോസ്റ്റ് മെയിൽ. വന്നിട്ടില്ല. ഓക്കെ. മെയിലാണ്. അപ്പം ഡിസംബർ 12-നാണ് ഓഫർ ലെറ്റർ വരുന്നത്. എന്നിട്ട് ഞാൻ ഡിസംബർ 20 ഇവിടുന്ന് കുറച്ച് റിലീവ് ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അപ്പൊ അവിടെ ഡിസംബർ എങ്ങനെയായിരുന്നു ശരിക്കും ലിസ്റ്റിലെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ശരിക്കും? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ PSC കൺട്രോൾ ചെയ്തത് 2024 ജൂലൈ സൈക്കിൾ ആണെങ്കിൽ നിയർലി ഒരു അതെ 1.5 years ആവുന്നത്. അപ്പം അവിടെ എങ്ങനെയായിരുന്നു അതെ. ഒരു ഇതിലേക്ക് മാറുമ്പോൾ ഇവിടെ വെൽക്കമിങ് ആയിരുന്നു അല്ലെങ്കിൽ? സാറോട് പറഞ്ഞപ്പോൾ സാറിന് കുഴപ്പമൊന്നുമില്ല, കാരണം നല്ലൊരു പോസ്റ്റ് ആണല്ലോ കിട്ടിയത്. ആ ആ. അപ്പം ISRO-ലൊക്കെ ആയതുകൊണ്ട് സാർക്കും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ സാറ് അതായത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമോ എന്നുള്ളത് സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയോ ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ജോയിൻ ചെയ്യാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റൂലായിരുന്നു. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിന്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കോംപ്രിഹെൻസീവ് എക്സാം കഴിഞ്ഞാലേ അങ്ങനെ എന്തോ ലീവ് എടുക്കാൻ പറ്റുമെന്നോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഓക്കെ. ഡ്രോപ്പ് ചെയ്യാന്നുള്ള ഇതിൽ പറഞ്ഞു. സാറിനും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. എനിക്ക് ആ ടൈമിൽ ബെൻസിൽ നിന്ന് ഒരുപാട് പേര് നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ശ്രീജിത്ത്, ജയലക്ഷ്മി, ആദിത്യ, അതെ നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അതേസമയം ആ ആദിത്യയും ഇതുപോലെ ഒരു ജോബിന്റെ വക്കിലായിരുന്നല്ലോ അല്ലേ? ആദ്യത്തേക്ക് കിട്ടി. ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കിട്ടി. ആദിത്യന്റെ കേസ് ആദ്യം ജോയിൻ ചെയ്തിട്ട് ലീവ് എടുത്ത് PhD ഫിനിഷ് ലീവ് എടുത്തു. ചെയ്യാനുള്ളതായിരുന്നു. അതെ അതെ, ലീവ് എടുത്തു. ഓക്കെ. ആ, അപ്പോ ഡിസംബറിലാണ് എൻറോൾ ചെയ്യുന്നത്, 2025 ഡിസംബറിൽ എൻറോൾ ചെയ്യും. ഞാൻ എൻറോൾ ചെയ്തതിനു ശേഷം ഇപ്പോ കറന്റ് വിഷ്ണുവിന്റെ അവിടുത്തെ പോസ്റ്റ് ട്രെയിനിങ് ആണോ അതോ പോസ്റ്റ്, എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ? ഇപ്പം ശരിക്കും ബാർക്കിലൊക്കെ ഒരു കൊല്ലം ഫസ്റ്റ് ഇയർ ഫുള്ള് ട്രെയിനിങ് ആണല്ലോ. നമുക്ക് അതെ. അങ്ങനെ നമ്മൾ നേരെ ജോയിൻ ചെയ്യുന്നത് തന്നെ നമ്മളെ സെക്ഷനിലാണ്. എന്നിട്ട് നമ്മൾ അവിടുന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു കൊല്ലത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും നമുക്ക് ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ടാവും 3 മാസം. ഓക്കെ. അതല്ലാതെ ജോയിൻ ചെയ്തപാട് ട്രെയിനിങ് അല്ല അവിടെ. നമ്മൾ നേരെ അപ്പൊ വിഷ്ണു സെക്ഷനിലേക്ക് ഇപ്പൊ ആദ്യം പോകും. കറന്റ് ഗസറ്റഡ് റാങ്കിലാണോ കയറുന്നത്? തന്നെ ഗസറ്റഡ് റാങ്കിലാണോ? അതെ അതെ അതെ. പ്രൊബേഷൻ ആയതുകൊണ്ട് ഗസ്റ്റഡ് അല്ല. പ്രൊബേഷൻ കഴിഞ്ഞാല് ഗസ്റ്റഡ് ആണ്. പ്രൊബേഷൻ ആ 6 months ആണോ 1 year ആണോ പ്രൊബേഷൻ? 1 ഇയർ 1 year പ്രൊബേഷനിലാണ്. 1 അപ്പോ ഇയർ. പ്രോബ്ലി ഈ ഇയറിന്റെ ആകുമ്പോഴത്തേക്ക് ഗ്രീൻ പെൻ സിഗ്നേച്ചറിന് എലിജിബിൾ ആകും അല്ലേ? അതെ. അപ്പോ ശരിക്കും പ്രൊബേഷന്റെ പീരീഡിൽ എങ്ങനെയാണ് സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ പാക്കേജ്? ശമ്പളം ചോദിക്കരുതെന്നാണ്, എന്നാലും ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവുക. പ്രൊബേഷനും സാലറി സെയിം തന്നെയാണ്. അതായത് എന്താണോ ലെവൽ 10 ഓഫീസർക്ക് സെൻട്രൽ ഗവൺമെന്റ് സ്കെയിലിൽ കിട്ടുന്നത്, ഉം.
ആ സെയിം സ്കെയിലാണ് പ്രൊബേഷനിൽ കിട്ടുക. പ്രൊബേഷൻ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല സാലറി സ്കെയില്. അപ്പൊ 56,100 ആണ് ബേസിക്. പിന്നെ നമുക്ക് അതിന്റെ മേലെ ഒരു DA കിട്ടും. DA ഇപ്പം ഏകദേശം 58% ആണ്. ബേസിക്കിന്റെ 58% ആണ് DA. പിന്നെ HRA ഉണ്ടാവും. HRA 20% ആണ് ബേസിക്കിന്റെ. ഓരോ സിറ്റി പോലെ, നമ്മളിപ്പോ തിരുവനന്തപുരം ആയതുകൊണ്ട് 20% DA, HRA. പിന്നെ ട്രാവൽ അലവൻസും കിട്ടും. ടിയും ഇതുപോലെ. TA കറക്റ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല, ഞാൻ TA അവൈൽ ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ VSSCന്റെ ബസ് ഉണ്ട് എല്ലാ റൂട്ടിലും. അപ്പം ഞാൻ VSSCന്റെ ബസ്സാണ് എടുക്കുന്നത് പോവാനും വരാനും. അപ്പം നമ്മൾ VSSC ഗവൺമെന്റ് ബസ് എടുക്കുമ്പോൾ നമുക്ക് പിന്നെ TA കിട്ടൂല. TA കട്ടായിട്ടാണ് സാലറി വരും. അപ്പൊ ഏകദേശം 1ന്റെ അടുത്ത് ഉണ്ടാവും. ഇതൊരു ഫസ്റ്റ് ഇയർ പ്രൊബേഷൻ പീരീഡ് ആകുന്നത് അല്ലേ? ആ ഇത് ബാർക്കിൽ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന നിയർലി ഒരു 80,000 പെർ മന്ത് രീതിയിലാണ് ബാർക്കിൽ കിട്ടുന്നുണ്ടാവുക. ബാർക്കിൽ ട്രെയിനിങ് ബാർക്കില് ട്രെയിനി ആണല്ലോ നമ്മള് ഫസ്റ്റ് അതെ ഇയർ. അപ്പൊ അതുകൊണ്ട് സ്റ്റൈപ്പൻഡ് സ്റ്റൈപ്പൻഡ് ട്രെയിനീസ് ആണ്. സ്റ്റൈപ്പൻഡ് ആണല്ലോ. നമ്മള് സ്റ്റൈപ്പൻഡ് അല്ല, സാലറി ആയിട്ട് തന്നെയാണ് സാലറി. വരുന്നത്. അപ്പൊ പ്രൊബേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ കഴിഞ്ഞാൽ ഗസറ്റ് പോസ്റ്റിലേക്ക് മാറുമ്പോൾ ഈ പേ സ്കെയിലും ചേഞ്ചസ് ഉണ്ടാകും. ഇല്ല, നമുക്ക് 1 ഇയർ കഴിയുമ്പം ഗ്രേഡ് പേ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഗ്രേഡ് പേ കിട്ടിയിട്ട് നമ്മള് ബേസിക് കൂടും. അതല്ലാതെ പ്രൊബേഷൻ കഴിയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇൻക്രീസ് ഒന്നും വരുന്നില്ല. ആ ജസ്റ്റ് ഇപ്പൊ ഇങ്ങനത്തെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സംബന്ധിച്ചുള്ളവർക്ക് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചു പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഹൈ പേയിങ് സ്കെയിലിലെ ജോബ്സ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അതെ പ്രൊഫഷണൽ അതെ. കോഴ്സ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ആ അതേസമയം സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പേ സ്കെയിൽ കുറവാണ്, അല്ലെങ്കിൽ ജോബിന് കുറവാണെന്ന് ഒരുപാട് തോന്നുന്നു. അപ്പൊ ഞാൻ അതിനുവേണ്ടിയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 ഇയർ ഫിനിഷ് ചെയ്ത് അവിടെ ബാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അവരിപ്പോൾ 2 ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അവിടെ കൂടെ നമുക്കൊരു എക്സ്പെക്ടഡ് സാലറി അല്ലെങ്കിൽ മറ്റ് പ്രിവിലേജസ്, ഇപ്പോൾ ബാർക്കിലൊക്കെ ട്രാവൽ അലവൻസ് എക്സ്ട്രാ ഉണ്ട്, അതുപോലെ ഇൻഷുറൻസ്, ഫാമിലിയുടെ ഹെൽത്ത്, ഫാമിലി അതെ മക്കളുടെ അതെ സ്കൂളിങ്ങിന് അതെ ഒരുപാട് അതെ. പ്രിവിലേജസ്. അപ്പം ജസ്റ്റ് റാങ്കിന് പുറമെ ഒരു 1 ഇയർ കഴിയുമ്പോഴത്തേക്ക് സാലറി വൈസ് അല്ലാതെ പെർക്ക് വൈസ് ഓവറോൾ കിട്ടുന്ന പ്രിവിലേജസ് ഏകദേശം എന്തൊക്കെയായിരുന്നു? ഒരു സയന്റിഫിക് ഒരു അതെ അതെ. ഒരു അത് ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും വിഷ്ണുവിന്റെ അത് പോസ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് വിഷ്ണുവിന്റെ അത് പോസ്റ്റും അതിന്റെ ഒരു പ്രിവിലേജസ് എന്തൊക്കെയാണ്? ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റ് SC ആണ്. അതായത് ISROയിലെ സയന്റിസ്റ്റിന്റെ ലെവൽസ് പോകുന്നത് SC സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ SD, SE, SF, SG അങ്ങനെയാണ് പോകുന്നത്. അതായത് നമ്മൾ DRDOയിലേക്ക് വരികയാണെങ്കിൽ ഇത് സയന്റിസ്റ്റ് B ആണ് ശരിക്കും പറഞ്ഞാൽ. സയന്റിസ്റ്റ് B, സയന്റിസ്റ്റ് C, DE അങ്ങനെ DRDOയിൽ പോകുന്ന സാധനമാണ് ISROയിൽ സയന്റിസ്റ്റ് SC, SD, SE അങ്ങനെ പോകുന്നത്. അപ്പം ഇപ്പൊ ഞാൻ SC പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിന്റെയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെയും അതായത് ബാർക്കിന്റെയും ISROന്റെയും ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് സാലറിന്റെ പുറമെ കിട്ടുന്ന ഇത് പേർക്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇൻഷുറൻസ് സാർ പറഞ്ഞല്ലോ, ഇൻഷുറൻസ് നമുക്ക് നമ്മളെ ഡിപ്പെൻഡൻസിന് ഫുള്ളി കവേർഡ് ആണ്. അതായത് എന്ത് ചികിത്സയാണെങ്കിലും നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുക്കണ്ട, അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. CHSS എന്ന് പറയും, കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സർവീസ്. ഒരു ചെറിയ പെർസെൻറ്റേജ് നമ്മളെ സാലറിന്ന് പിടിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് വലിയ ചികിത്സയാണെങ്കിലും കുഴപ്പമില്ല, നമ്മളടുത്ത് വലിയൊരു ബേർഡൻ ഒന്നും വരാണ്ട് നമ്മളെ ചികിത്സ അതെല്ലാം നടക്കും. നമ്മളെ ഡിപ്പെൻഡൻസിന് അച്ഛനും അമ്മയും പെൻഷൻ വാങ്ങുന്നവരും ജോലിയുള്ളവരും ആണെങ്കിൽ കിട്ടൂല. അതല്ലാതെ ഇപ്പം സ്പൗസിനും കുട്ടികൾക്കും എല്ലാം കിട്ടും. അച്ഛനും അമ്മയ്ക്കും അതുപോലെ അച്ഛനും അമ്മയും എലിജിബിൾ ആണ്, അച്ഛനും അമ്മയ്ക്കും കിട്ടും. അങ്ങനെ അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ശരിക്കും. ഫിഗറേറ്റീവ് കൗണ്ട് ചെയ്യുമ്പോൾ സാലറിക്ക് അപ്പുറം ഇങ്ങനത്തെ മറ്റ് ഒരുപാട് അതെ ഫാക്ടേഴ്സ് അതെ ആയിരിക്കും. അതെ അതെ. ഇങ്ങനത്തെ ഒരുപാട് നമ്മൾ സാലറിയിൽ നോക്കുമ്പം നമുക്ക് സാലറിയിൽ അത് കാണാൻ പറ്റൂല. പക്ഷെ ഇങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് അല്ലാതെ. ഫ്ലൈറ്റ് ട്രാവലുകൾക്ക് എന്തൊക്കെയോ നിങ്ങൾ ഈ പറഞ്ഞ പിന്നെ നമുക്ക് LTC എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അതായത് നമുക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് അല്ല, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോകാനുള്ള നമുക്ക് അല്ലേ? അതെ, അത് ഗവൺമെന്റ് നമ്മളെ പൈസ എടുക്കും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സോ ഓവറോൾ വിഷ്ണു ഇപ്പൊ കറന്റ് സിറ്റുവേഷനിൽ സാറ്റിസ്ഫൈഡ് ആണ്? ഇനി ഒരു ജമ്പിങ് ഒന്നും ഇല്ലാത്ത വിധത്തിൽ ഇല്ല ഇല്ല ആസ് ഓഫ് നോ ഇല്ല അല്ലേ? ഇല്ല ഇല്ല.
വിഷ്ണുവിന്റെ ഇപ്പം നേറ്റീവ് ശരിക്കും കാലിക്കറ്റ് അല്ലേ? അതെ അതെ, കോഴിക്കോട്. പാരന്റ്സ് അപ്പോ എവിടെയാണ്? ആ, ട്രിവാൻഡ്രത്തോട്ടുണ്ടോ അതോ? ഇല്ല ഇല്ല, കോഴിക്കോട് കാ- തന്നെയാണ്. രണ്ടാളും റിട്ടയർ ആയ ആൾക്കാരാണ്. ഓ, അപ്പൊ അച്ഛൻ വിഷ്ണു ഇപ്പം ബാങ്കിലായിരുന്നു, ആ അമ്മ. അമ്മ സ്കൂളായിരുന്നു +2. ഇപ്പോ വിഷ്ണു എങ്ങനെയാണ് നാട്ടിലേക്ക് പോകുന്നത്? ലീവ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ലീവ് ശനി ഞായർ ലീവാണ്. അപ്പം 9 to 5 ആണ് വർക്കിംഗ്. അപ്പം ഓക്കെ. പിന്നെ ഉള്ളൊരു കാര്യം, നമ്മൾ PhD ചെയ്യുമ്പോൾ നമുക്ക് വർക്കിംഗ് അവേഴ്സ് ഇല്ലല്ലോ. അതെ അതെ അതെ. നമ്മൾ നമ്മുടെ രാത്രി വരെ വർക്ക് ചെയ്തോണ്ട് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമില്ല. 9 to 5 ആണ് വർക്കിംഗ്. ചില ദിവസങ്ങളിലെല്ലാം ഓവർ ടൈം നിൽക്കേണ്ടി വരും. പക്ഷെ നിന്നാലും മാക്സിമം ഒരു 7 മണി 8 മണിയൊക്കെ മാക്സിമം ആണ്. അതും എല്ലാ ദിവസവും ഒന്നും ഇല്ല. അപ്പൊ ഇപ്പൊ വിഷ്ണു ഇത് പ്ലാൻ ചെയ്താൽ വേണമെങ്കിൽ എല്ലാ വീക്കെൻഡ്സിലും വീട്ടിൽ വന്ന് പോവുകയും ചെയ്യും അല്ലേ? അതെ അതെ, വേണമെങ്കിൽ എല്ലാ വീക്കെൻഡ്സും വരാം. പക്ഷെ ഞാൻ അങ്ങനെ എല്ലാ വീക്കെൻഡ്സും ഒന്നും വരലില്ല. ഓക്കെ. അടുപ്പിച്ച് ഒരു 3 ദിവസമൊക്കെ ലീവ് കിട്ടുകയാണെങ്കിൽ പോവലുള്ളൂ. ആ. അപ്പൊ അത്രയാണ് വിഷ്ണുവിന്റെ ജേർണി. ഇപ്പൊ ഇത്ര പറഞ്ഞ കണ്ണടച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷ്ണു എന്താണ് ജാം എഴുതി ഒരു 900 റാങ്ക് പറയാനാണെങ്കിൽ ഇപ്പൊ അത്രയും ഒരു വലിയ ഒരു ഭയങ്കര നല്ല റാങ്ക് എന്ന് പറയാൻ കഴിയാത്ത റാങ്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ബ്രിമ്മിൽ എന്റെ നഷ്ടപ്പെട്ടു. അതിനെ ദൗർഭാഗ്യത കാണാതെ വീണ്ടും അടുത്ത് വർക്ക് ചെയ്തു. അപ്പൊ ആ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം കട്ട് ഓഫ് എത്രയാണോ അത്രയും മാർക്ക് സ്കോർ ചെയ്തു. ദെൻ വെയിറ്റിംഗ് ലിസ്റ്റ് വണ്ണ് കിട്ടി, ഒരാള് നിർത്തി ലാസ്റ്റ് ജോബിലേക്ക് കയറി. അങ്ങനെ ഓവറോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കുമ്പോൾ ഒരുപക്ഷെ പോസ്റ്ററിൽ വിഷ്ണു സയന്റിസ്റ്റ് ഐസാർ എന്ന് കാണുമ്പോഴത്തേക്ക് ജസ്റ്റ് ആ റിഫ്ലക്ഷൻ ആ ലാസ്റ്റ് പൊസിഷൻ മാത്രമാണ്. പക്ഷെ ഇത്രയും നേരം കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിന് പിന്നിലെ ഹേർഡിൽസ് അല്ലെങ്കിൽ അത് ഒരിക്കലും സ്മൂത്ത് പാത്ത് ആയിരുന്നില്ല. ഓവറോൾ ഒരുപാട് ഡിഫിക്കൽട്സ് കടന്നു പോകും. പക്ഷെ ഇപ്പൊ ഈ മൊമെന്റ് നോക്കുമ്പോഴത്തേക്ക് കേട്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ജേർണിയാണ് ശരിക്കും വിഷ്ണുവിന്റെ ഇതുവരെയുള്ള സിറ്റുവേഷൻ. അപ്പൊ ഇനിയും വിഷ്ണുവിന് ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ ജോബിൽ വിഷ്ണുവിന് നല്ലപോലെ തന്നെ ഇനി മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ താങ്ക് അതിനോടൊപ്പം ഇനി നമ്മുടെ സ്റ്റുഡൻസിന് വിഷ്ണുവിനോട് പല കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സോ ബിഫോർ ദാറ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് വിഷ്ണുവിന് ശരിക്കും ഒരു കോച്ചിങ് പീരീഡിൽ പഠിച്ച സബ്ജക്റ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഈ ഒരു ഓവറോൾ ആസ്പെക്ടിൽ വിഷ്ണു പറഞ്ഞു വളരെ കൃത്യമായിട്ടാണ് വിഷ്ണു പഠിച്ചിരുന്നത്, ഹാർഡ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ആ സബ്ജക്ട് പഠിച്ചതെല്ലാം ശരിക്കും ഓവറോൾ ഏതൊക്കെ തരത്തിൽ വിഷ്ണുവിനെ ഹെൽപ്പ് ചെയ്തു ലാസ്റ്റ്? അപ്പൊ കാരണം കുട്ടികൾക്ക് ഇപ്പോ എല്ലാവരും പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പഠിക്കുന്നത് എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം, പഠിച്ചിട്ട് ബെനിഫിറ്റ് ഉണ്ടോ, ജോബ് ഉണ്ടോ, അത് ചെയ്യണം, പല സംശയം. വിഷ്ണു പഠിച്ചത് ഓവറോൾ വിഷ്ണു എങ്ങനെയാണ് ശരിക്കും ഹെൽപ്ഫുൾ ആയത്? നെറ്റിന് പഠിച്ചതാണോ ചോദിച്ചത്? അതെ അതെ, നെറ്റിന്റെ പീരീഡിനകത്തുള്ള ഹാർഡ് വർക്ക് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ മൊമെന്റിൽ തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് ഒട്ടും റിഗ്രറ്റ് അതെ ഇല്ലാത്ത അതെ സംഗതിയാണ്. അതെ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ പ്യുവർ സയൻസിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണെന്നുള്ളത് ഒരു റിയാലിറ്റി ആണ്. നമ്മൾ എഞ്ചിനീയറിംഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്യുവർ സയൻസിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. പക്ഷെ അത് ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ഓൾറെഡി ഈ മേഖല നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഇതിൽ എങ്ങനെ എക്സൽ ചെയ്യാന്നുള്ളത് മാത്രമേ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നെറ്റിന് പഠിച്ചത് തന്നെയാണ് എല്ലാ സ്ഥലത്തും ഹെൽപ്പ് ചെയ്തത്. ഞാൻ MSc കഴിഞ്ഞിട്ട് എഴുതിയ എല്ലാ എക്സാംസിനും എല്ലാ ഇന്റർവ്യൂസിനും നെറ്റിന് പഠിച്ചത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ബേസ് ആയിട്ടുള്ളത്. എന്ത് ഇന്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും എല്ലാം ഞാൻ മറച്ചു നോക്കുന്നതെന്ന് പറഞ്ഞാൽ നെറ്റിന്റെ നോട്ട്സ് തന്നെയാണ്. അപ്പം നെറ്റിന് പഠിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു സബ്ജക്റ്റിന്റെ മാസ്റ്ററായി. അതാണല്ലോ MSc കഴിഞ്ഞാൽ നമ്മൾ മാസ്റ്ററായി. അപ്പം ആ സബ്ജക്റ്റിന് നമ്മൾ ഒരു മാസ്റ്റർ പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും MScയിലുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പം അത് നമ്മൾ കറക്റ്റായി പോവാന്ന് പറഞ്ഞാൽ പിന്നെ മുന്നോട്ടുള്ള എല്ലാ എക്സാമിനും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നെറ്റ് തന്നെയാണ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോ ഇപ്പോ ഇനി ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നില്ല. സോ വിഷ്ണുവിന്റെ താങ്ക് യു ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഇതിനെല്ലാം. അപ്പൊ കുട്ടികൾക്ക് ഒബ്വിയസ്ലി ഒരുപാട് സംശയങ്ങൾ വിഷ്ണുവിനോട് ഈ മൊമെന്റ് ചോദിക്കാനുണ്ടാവും. സോ പ്രിഫറബിളി നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി അതിന് അൺമ്യൂട്ട് ചെയ്യാൻ മടിയുള്ളവർക്ക് മാത്രം ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷം ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക ഒരുപക്ഷെ ഒരു 4-5 വർഷങ്ങൾ കഴിഞ്ഞാൽ വിഷ്ണു ചിലപ്പം പിടിച്ചാൽ കിട്ടാത്ത അല്ലെങ്കിൽ വളരെ ഒരുപക്ഷെ ഈ പറഞ്ഞ ബിസി ഒക്കെ ആകാൻ ചാൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാനുള്ള കാര്യങ്ങളുണ്ടോ ഈ ഒരു മൊമെന്റ് ആയിട്ടുള്ള സമയം പരമാവധി ഉപയോഗപ്പെടുത്തും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം വിഷ്ണു. ഒരാള് ഈ ചാറ്റ് ചോദിച്ചിട്ടുണ്ട്. ബോക്സിലും ഡൗട്ട്സ് ആ വരുന്നത് ചെക്ക് ആ ചെയ്യാം. കണ്ടു കണ്ടു. വാട്ട് ആർ ദ വർക്ക് റെസ്പോൺസിബിലിറ്റീസ്? റിസർച്ച് ടൈപ്പ് ആണോ അഡ്മിനിസ്ട്രേറ്റീവ് ടൈപ്പ് വർക്ക്സ് ആണ്? അപ്പൊ അതാണ് വേറെ സ്ഥലത്ത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ISRO മെയിൻ ആയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ പണിയും എടുക്കണം സയന്റിസ്റ്റ് ആയാല്. അപ്പം റിസർച്ച് നമ്മള് റിസർച്ച് സൈഡിൽ എടുക്കണം.
ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് അത് സൈഡിൽ എടുക്കണം. അങ്ങനെ എല്ലാ പടിയും ശരിക്കും പറഞ്ഞാൽ ISROയില് സയന്റിസ്റ്റ് ത്രൂ ആണ് പോകുന്നത്. അത് വലിയ ബേർഡൻ ആണ് ശരിക്കും പറഞ്ഞാല്. നമ്മള് സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ റിസർച്ച് ചെയ്താൽ മതിയല്ലോ, റിസർച്ച് മാത്രം എന്നല്ല ആലോചിച്ചിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് നമ്മളെ തലയിൽ വീഴും. അതിന് പുറമെ റിസർച്ചിനേക്കാളും ഒരുപാട് എന്തൊക്കെയോ എന്തിനാന്ന് പോലും അറിയാണ്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, അതൊക്കെ ഇതിന്റെ പാർട്ടാണ്. പക്ഷേ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സയന്റിസ്റ്റ് ആണല്ലോ, അപ്പോൾ റിസർച്ച് തന്നെയാണ് നമ്മളെ പ്രൈമറി ഡ്യൂട്ടി. അതല്ലാതെ ഇതിന്റെ പുറമെ നമുക്ക് ഒരുപാട് അഡീഷണൽ ഡ്യൂട്ടീസും വരും. അതെ, എല്ലാ എല്ലാ ടൈമിലും ഒരേപോലത്തെ ഡ്യൂട്ടി ആയിരിക്കില്ല. ഓരോ നീഡ്സ് അനുസരിച്ച് ഒരു സമയത്ത് ഇന്ന ഡ്യൂട്ടി ആയിരിക്കും, ഒരു സമയത്ത് വേറെ എന്തെങ്കിലും ഡ്യൂട്ടി ആയിരിക്കും. അപ്പൊ അത് എന്താന്നുള്ളതില്ല, പല ടൈപ്പ് വർക്കും വരും. പക്ഷെ ബേസിക് വർക്ക് എന്ന് പറയുന്നത് റിസർച്ച് തന്നെയാണ്. പിന്നെ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചറിയാനുള്ളത്. ഒന്ന്, ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾ എഴുതിയല്ലോ. അപ്പോൾ എനിക്ക് അറിയേണ്ടതുപോലെ ഏതൊക്കെ എക്സാമുകളാണ് നമുക്കിനിപ്പോൾ വരാൻ പോകുന്നത്, ഇത് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത്, എന്തൊക്കെ എഴുതി, ഇനി എന്തൊക്കെ വരാൻ പോകുന്നതെന്ന് അറിയെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും. പിന്നെ രണ്ടാമത്തത്, പിന്നെ ഈ ഇൻ്റർവ്യൂ സൈഡിൽ നമ്മളിപ്പോൾ എക്സാമുകൾ എഴുതി, നെറ്റ് എക്സാം ഗേറ്റ് ഒക്കെ എഴുതി, ഞാനിപ്പോൾ അങ്ങനെ എഴുതിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇൻ്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ ഈ എക്സാം ഓറിയൻറ്റഡ് പഠിക്കുന്നതും പിന്നെ ഈ ഇൻ്റർവ്യൂ സൈഡിന് വേണ്ടി പഠിക്കുന്നു. ചിലപ്പം ചേട്ടൻ പറഞ്ഞു അതിന് പഠിച്ച് തന്നെയാണ് ഇതിൽ നോക്കിയത്, പക്ഷെ എന്നാലും ഇപ്പോൾ കുറേ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ, എങ്ങനെയാണ് ആ, കുറച്ചും കൂടി എങ്ങനെ നോക്കിയാലായിരിക്കും നല്ലത്, ഏതാണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒക്കെ അത് ഒന്ന് പറഞ്ഞത് നല്ലേ. എന്തിനാണ്, എന്ത് ഇന്റർവ്യൂവിനാണോ? PhDന്റെ ഇന്റർവ്യൂ ആണോ? PhD ആയാലും ഇതേപോലെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ആയാലും. PhDന്റെ ഇന്റർവ്യൂസ് ശരിക്കും പറഞ്ഞാല് നമ്മള് നെറ്റിന് പഠിക്കുന്നത് തന്നെ പഠിച്ചാൽ മതി. ബേസിക്സ് ക്ലിയർ ആണെങ്കിൽ ഓക്കെയാണ് PhDന്റെ ഇന്റർവ്യൂ. അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടിക്കുകയില്ല PhDന്റെ ഇന്റർവ്യൂസിന്. ശരിക്കും പറഞ്ഞാൽ നല്ലോണം ടെക്സ്റ്റ് വായിക്കുക. ഞാൻ ടെക്സ്റ്റ് വായിക്കുന്നതൊക്കെ ഭയങ്കര കുറവായിരുന്നു. പിന്നെ ബാർക്കൊക്കെ കിട്ടാണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ടെക്സ്റ്റ് ഒക്കെ മര്യാദയ്ക്ക് വായിക്കാൻ തുടങ്ങുന്നത്. അപ്പം ടെക്സ്റ്റ് നല്ലോണം വായിക്കുന്നത് ശരിക്കും പറഞ്ഞാല് കൺസെപ്റ്റ് നല്ലോണം ക്ലിയർ ആവും. കൺസെപ്റ്റ് നല്ലോണം ക്ലിയർ ആക്കുക എന്നുള്ളത് തന്നെ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ള ഇന്റർവ്യൂവിന് പോകും. കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ചോദിക്കുന്നതിന് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇന്റർവ്യൂസ് എപ്പോഴും ബേസിക് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. കാരണം നമ്മളെ ഹൈ ലെവലിലുള്ള കെമിസ്ട്രി നോളജ് ടെസ്റ്റ് ചെയ്യാനാണ് ഇവർ ഈ വലിയ വലിയ എക്സാംസ് ഒക്കെ ഓൾറെഡി നടത്തുന്നത്. അത് നടത്തി അത് കിട്ടിയോണ്ടാണല്ലോ നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. പിന്നെ അവർ ചോദിക്കുക ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും. ബേസിക് എല്ലാവർക്കും അറിയണം എന്നില്ല. എനിക്കും പല ഇന്റർവ്യൂസിനും പറ്റിയത് അത് തന്നെയായിരിക്കും ചിലപ്പോൾ. പക്ഷെ ബേസിക്സ് തറോ ആക്കുക എന്നുള്ളത് തന്നെയാണ് ഏത് ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബേസിക്സ് തറോ ആണെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇപ്പൊ വരാൻ പോകുന്ന എക്സാംസ് എന്ന് പറയുന്നത് കറക്റ്റ് എനിക്കറിയാം. ഞാനിപ്പോ അങ്ങനെ കിട്ടിയതിന് ശേഷം അങ്ങനെ എക്സാംസ് ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ തന്നെ ISROന്റെ VSSC അല്ല, ശ്രീഹരിക്കോട്ട സെന്ററിലെ ഒരു കെമിസ്ട്രി സയന്റിസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞു. അത് അനലിറ്റിക്കൽ കെമിസ്ട്രി ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. പിന്നെ അതേപോലെ ശ്രീഹരിക്കോട്ട തന്നെ സയന്റിഫിക് അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് BSc കെമിസ്ട്രി ആണ് ക്വാളിഫിക്കേഷൻ, സാധാ കെമിസ്ട്രി ആണ് ക്വാളിഫിക്കേഷൻ. അത് ഒരു വേക്കൻസി എന്തോ ആണ്. അപ്പൊ ISROയില് ഇതൊക്കെയാണ് ഉണ്ടായത്. പിന്നെ ബാർക്ക് എക്സാം കഴിഞ്ഞല്ലോ. ഇപ്പൊ അടുത്ത കൊല്ലം ബാർക്ക് എക്സാംസ്. ബാർക്കിൽ ഇതുപോലെ അല്ലാതെ സയന്റിഫിക് ഓഫീസർ അല്ലാതെ ഈ OCS അല്ലാതെ ടെക്നിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് ചിലപ്പം വിളിക്കുന്നത് കാണാം. അതങ്ങനെ റെഗുലർ ആയിട്ട് വിളിക്കുന്നതല്ല. പക്ഷെ ടെക്നിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റും വിളിക്കുന്നതാണ്. ഇത് സയന്റിഫിക് ഓഫീസർ പോലെ തന്നെയുള്ള ഒരു നല്ല പോസ്റ്റാണ്. അപ്പം അങ്ങനെ ഒരു പോസ്റ്റ് ചിലപ്പോൾ എല്ലാം വിളിക്കുന്നതാണ്. അത് വേക്കൻസി ബേസ്ഡ് ആയിട്ട് വിളിക്കുന്നതാണ്, അല്ലാണ്ട് റെഗുലർ ആയിട്ട് സയന്റിഫിക് ഓഫീസർ പോലെ വിളിക്കുന്ന ഇതല്ല. ഏകദേശം ജൂലൈ പിന്നെ ഓഗസ്റ്റ് പീരീഡിലാണ് ടിഒ ടിഒ ആ വിളിക്കുന്നെങ്കിൽ കഴിഞ്ഞ സമയത്തൊക്കെ അങ്ങനെയാണ് വിളിച്ചിട്ടുണ്ടാകുന്നത്. അതൊരു ആ സ്റ്റൈപ്പൻഡ് ട്രെയിനിങ് അങ്ങനെ പല പോസ്റ്റ് വാർക്കും വിളിക്കാറുണ്ട്. അതെ അതെ. അപ്പം പിന്നെ കേരള PSCയിലും ഒരുപാട് കെമിസ്ട്രി ക്വാളിഫിക്കേഷൻസ് ഉള്ള പോസ്റ്റുകൾ ഇപ്പം വിളിക്കുന്നുണ്ട്. വേക്കൻസി ഒക്കെ കുറവാണ്, പക്ഷെ വിളിക്കുന്നുണ്ട്. ഒരുപാട് BSc കെമിസ്ട്രി ബേസ്ഡും MSc കെമിസ്ട്രി ബേസ്ഡ് ഇപ്പം കഴിഞ്ഞു തോന്നുന്നു. ഇനിയിപ്പം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. BSc കെമിസ്ട്രി ഏതൊക്കെയോ ഇപ്പം വിളിച്ച് ലീഗൽ മെട്രോളജി അങ്ങനെ ഏതൊക്കെയോ വിളിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഏതാ വിളിക്കാനുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. കൊളീജിയേറ്റിന്റെ ഒരു ചാൻസ് ഇങ്ങനെ പറയുന്നുണ്ട്, മോസ്റ്റ്ലി നെക്സ്റ്റ് ജാനുവരിയോടുകൂടി വിളിച്ചേക്കാം
ആ പക്ഷെ നെറ്റ് നെസസറി ആണ്. അത് കേട്ടു. മറ്റേത് വിളിച്ചിട്ട് ഓൾറെഡി ഇപ്പൊ 3 കൊല്ലം അതെ ആവാനായി. അതെ, അപ്പൊ അതിന്റെ അടുത്ത് വാലിഡിറ്റി ഐ തിങ്ക് ഈ ഏപ്രിലോട് കൂടെ എൻഡ് ആവുകയാണ്. അതെ. പിന്നെ BEd ഉള്ളവരാണെങ്കിലും സെറ്റ് ഉള്ളവരാണെങ്കിൽ HSST ഇപ്പം എക്സാം നടക്കാൻ പോകുന്നു. ജൂൺ 11 HSST ആ എക്സാമിനേഷൻ. പിന്നെ ഏതാണ് ഉള്ളതെന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. ഞാൻ കഴിഞ്ഞ വർഷം ഈ ടൈമിൽ VSSC ഉണ്ടായിരുന്നു. അപ്പൊ സോ ഓക്കെ. ഫസ്റ്റ് ജോയിനി നോർത്ത് ഇന്ത്യൻ സാർ വന്നപ്പോ ഞാൻ ആ ടൈമിൽ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ അവിടെ എവിടെയായിരുന്നു? PDയിലായിരുന്നു ഉണ്ടായിരുന്നത്. MSc PED. പ്രോജക്റ്റ് ഓക്കെ ആയിട്ട് ഓക്കെ ഓക്കെ PDയിൽ ഓക്കെ. ഉണ്ടായിരുന്നു. അപ്പോ നോർത്ത് ഇന്ത്യൻ സാറിന്റെ പേര് എനിക്കറിയില്ല. അപ്പൊ സാർ അവിടെ ജോയിൻ സുശാന്ത് ചെയ്തത് സുശാന്ത് അറിഞ്ഞിരുന്നു. സുശാന്ത്. സുശാന്ത് സാറ് അപ്പൊ ജോയിൻ ചെയ്തത് പുളിമല അറിഞ്ഞിരുന്നു. ദെൻ അപ്പൊ ആ ഞങ്ങളുടെ സെഷനിൽ അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ഫാക്കൽറ്റി പറയും, ഓ വളരെ ചെറിയ ഏജിലാണ് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. ദെൻ പിന്നെ ഞാൻ ജൂണിൽ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. അത് കഴിഞ്ഞിട്ട് സാറ് പോയി എന്നറിഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു, എന്തുകൊണ്ട് പോയി, ഇത്ര ഒരു നല്ലൊരു ജോബ് കിട്ടിയിട്ട്. അപ്പൊ പറഞ്ഞു സെക്കൻഡ് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒരു മലയാളി ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത് ഞാൻ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സുമായിട്ട്. അപ്പൊ അവര് പറഞ്ഞു, "ഓ, മലയാളിയാണ്, കോഴിക്കോട് നിന്നാണ് ഒരു സാറ് ജോയിൻ ചെയ്തത്" എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, "ഓ, കെമിസ്ട്രി തന്നെയാണ്, വളരെ യങ് ഏജാണ്, ഇപ്പൊ PhD ചെയ്യുന്നു. ഓക്കെ, ദെൻ യു ക്യാൻ ഓൾസോ ഹാവ് പ്രോബബിലിറ്റി, സ്റ്റഡി, പഠിക്കൂ" എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. പിന്നെ ശരിക്കും സാറിന്റെ പ്രൊഫൈൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബൈ അവിടെ കുറച്ച് കോണ്ടാക്ട്സ് ഉള്ളതുകൊണ്ട് അവര് വഴി ആള് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നറിയായിരുന്നു. സോ ഒരു നല്ലൊരു സെഷൻ ആയിരുന്നു. ശരിക്കും അന്വേഷിച്ചുകൊണ്ടിരുന്ന പ്രൊഫൈലായിരുന്നു. സാർ എങ്ങനെ അവിടെ എത്തി, ദെൻ ഇന്റർവ്യൂ ഉള്ളത് അറിയാൻ. ദെൻ പിന്നെ എനിക്ക് അവിടുത്തെ ഇന്റർവ്യൂ പാറ്റേണിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ട്. കാരണം അവിടെ ഒരു 6 മാസം നിന്ന ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ടും എന്റെ സാറ് അവർക്ക് ലെവൽ വെച്ചിട്ട് അവരുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ കുറച്ച് ലെവൽ ഐഡിയ ഉണ്ട്. അത് വെച്ചിട്ട് ഇന്റർവ്യൂവിനെ കുറിച്ചിട്ട് ഒരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇന്റർവ്യൂവിനെ പറ്റി ഇതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഏകദേശം ഒരു 20 മിനിറ്റ്സിന്റെ ഇന്റർവ്യൂ ആണ്. പിന്നെ ഒരുപാട് ആൾക്കാർ, ഒരു 10-20 ആൾക്കാർ നമ്മളെ ചുറ്റും ഇരിക്കുന്നുണ്ടാവും. നമ്മൾ കോൺഫറൻസ് ഹാളിലെല്ലാം കാണുന്ന ഒരു ടേബിൾ ഉണ്ടല്ലോ, അങ്ങനത്തെ ടേബിളിലാണ്. അപ്പൊ അതിന്റെ ഒരു അറ്റത്ത് നമ്മൾ ഉണ്ടാവും, ബാക്കി അത് ചുറ്റും ആൾക്കാരുണ്ടാവും. പല ഏരിയന്റെ എക്സ്പേർട്സ് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളോട് ഏത് ഏരിയ ആണോ ചോദിക്കുന്നത് അതിനനുസരിച്ച്, ഏതാണോ നമ്മൾ പറയുന്നത് അതിനനുസരിച്ച് അവർ ചോദിക്കുന്നതായിരിക്കും. അപ്പം മെയിനായിട്ട് അതും ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇന്റർവ്യൂ പാനലിൽ ഉണ്ടാവുക. അപ്പം ആൾക്കാരെ കണ്ടിട്ട് നമ്മൾ പേടിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇത്. ഒരു എങ്ങനെ പോയാലും ഒരു 10-20 ആൾക്കാരുണ്ടായിരുന്നു ഇന്റർവ്യൂ പാനലിൽ. അപ്പോ പിന്നെ നമ്മളിങ്ങനെ ബോർഡിൽ എഴുതുകയാണ്. ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല, ഏതെങ്കിലും ഇന്റർവ്യൂവിന്. അപ്പം പൊതുവെ നമ്മളിപ്പോ PhDന്റെ ഇന്റർവ്യൂവിന് പോയാലും അല്ല ഏത് ജോബ് ഇന്റർവ്യൂവിന് പോയാലൊക്കെ നമ്മളെ ഈ കെമിസ്ട്രി ബേസ്ഡ് ആകുമ്പോൾ അധികം നമ്മളെ ബോർഡിൽ എഴുതിക്കുകയാണ് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിലും ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ ഏത് ഇന്റർവ്യൂവിന് പോയാലും എന്തെങ്കിലുമൊക്കെ ഗ്രാഫ് വരയ്ക്കാൻ പറയും നമ്മളോട്. അപ്പം എന്തെങ്കിലും ഗ്രാഫ് വരയ്ക്കാൻ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം ഇതിന്റെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാ അങ്ങനെയൊക്കെ വരയ്ക്കാൻ പറയുമായിരിക്കും. പിന്നെ കൈനറ്റിക്സ് ആണെങ്കിലും ഗ്രാഫ് വരയ്ക്കാൻ, കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മളോട് ഗ്രാഫ് വരയ്ക്കാൻ പറയും. അത് നമ്മൾ എന്തായാലും നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്ത് പഠിക്കുന്നോ അത് എങ്ങനെ ഗ്രാഫില് റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ഇന്റർവ്യൂവിന് മുമ്പ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു? ഇന്റർവ്യൂ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഡയറക്റ്റ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, അത് കഴിഞ്ഞ് നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക, ആൻസർ ചെയ്തിട്ടില്ലേ ഓക്കെ, അതും പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അതല്ലാതെ നമ്മൾ പറഞ്ഞതിന്റെ മേലെ പിന്നെയും ചോദിക്കുന്ന ഒരു രീതി അല്ലായിരുന്നു VSSCയിൽ. അവിടെ ഓൾറെഡി ഇനി ഇപ്പോ കൂടുതൽ എന്താ അറിയേണ്ടതെന്നുള്ളത് എനിക്ക് അതല്ല മനസ്സിലാവുന്നു. അവിടെ ഓക്കെ, അവിടെ ഇപ്പൊ ഓൾറെഡി എന്റെ സാറ് സന്തോഷ് സാറായിരുന്നു PDയിലെ. ആ അപ്പൊ ആ സാർ എന്നോട് പൊതുവെ ക്വസ്റ്റ്യൻസ് ചോദിക്കൽ കുറവാണ്. ബട്ട് ആ ഗുരുവായൂരപ്പൻ സാർ എന്നോട് ഡെയിലി ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ആ ചെയ്യായിരുന്നു. അപ്പൊ സാറിന്റെ ലെവൽ ഇപ്പൊ സാറിന് അറിയാലോ, ഗുരു ഉം, സാറിനെ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോ ഉം, സാറിന്റെ ആ ഒരു രീതിയിലാണ് എന്നോട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറ്. പിന്നെ അവിടെ ഓൾറെഡി ഇപ്പൊ ആരാണെങ്കിലും ഒരു 3 വർഷം കഴിയുമ്പോൾ സാറുമാർക്കും ഇന്റർവ്യൂസ് ഉണ്ടല്ലോ അടുത്ത സെഷനിലേക്ക് ആ പോകാൻ വേണ്ടി. അത് അതെ. വെച്ചിട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. കാരണം ഗുരു സാറിന്റെ ഒരു അറ്റ്മോസ്ഫിയർ എനിക്കറിയത്തുള്ളൂ. പിന്നെ നിസ്റ്റില് ജസ്റ്റ് ഒരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്. ഞാനിപ്പോ കറന്റ്ലി ആ JRF നോക്കിക്കൊണ്ടിരിക്കാം. MSc കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ആ ആ. MSc ഇപ്പൊ ഈ ഓഗസ്റ്റ് പാസ് ഔട്ട് ആയിരുന്നു. ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു സർ. അപ്പം നമ്മളങ്ങനെ ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ജോബിന്റെ ഇന്റർവ്യൂവിനാണല്ലോ പോകുന്നത്, അല്ലെങ്കിൽ PhDക്ക് ജോയിൻ ചെയ്യാണല്ലോ. അപ്പം അങ്ങനെ ഒരു ഇന്റർവ്യൂവിന് നമ്മള്
വല്ലാതെ അവർ ബുദ്ധിമുട്ടിക്കൂല. അതായത് നമുക്ക് നമ്മൾ എന്താ ടെൻസ്ഡ് ആവുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അവർ നമ്മളെ കൂളാക്കാൻ നോക്കും. നമ്മളങ്ങനെ വല്ലാണ്ട് ഫയർ ചെയ്യുക അങ്ങനെ ഒരു ഇതും ഇല്ല. നമ്മളെ കംഫർട്ടബിൾ ആക്കും ഏത് ഇന്റർവ്യൂവിന് പോയാലും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. എനിക്കൊന്ന് ഇവൻ ഐശ്വര്യ പറഞ്ഞത് വെച്ചാൽ ഐശ്വര്യ ജസ്റ്റ് JRF വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ദെൻ ആ ഒരു ബേസിക്സ് ക്ലിയർ ആക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇന്റർവ്യൂസ് നല്ലപോലെ ചെയ്യാനായിട്ട് പറ്റും അതെ അല്ലേ വിഷ്ണു? അതെ PhD ഇന്റർവ്യൂ മെയിൻലി അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവുകയില്ല. PhD ഇന്റർവ്യൂ നമ്മൾ നെറ്റിന് പഠിച്ചാൽ സുഖമായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. PhD ഇന്റർവ്യൂ എവിടുത്തെ ആണെങ്കിലും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ രണ്ടാള് ചാറ്റ് ബോക്സിൽ ചോദിച്ചു VSSCയിൽ തന്നെ ഇനി ബെറ്റർ പ്രൊമോഷൻസിന് PhD വേണ്ടി ഇല്ല. VSSCയിൽ ഉള്ളൊരു ഇതാ വേറെ സ്ഥലത്ത് എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. പക്ഷെ VSSCയിൽ PhDക്ക് അതായത് പ്രൊമോഷന് വേണ്ടിയിട്ട് PhD വേണ്ട ശരിക്കും. അതായത് നമുക്ക് ഇപ്പം ഞാനിപ്പോ സയന്റിസ്റ്റ് SC ആണെന്ന് പറഞ്ഞു. SCന്ന് SD ആവാൻ PhD കംപ്ലീറ്റ് ചെയ്താൽ പെട്ടെന്ന് പറ്റും. സാധാരണ 4 കൊല്ലം കൊണ്ടാണ് പറ്റുക. അത് 2 കൊല്ലം കൊണ്ട് പറ്റും. PhD എടുക്കുന്ന ടൈം കൊണ്ട് അല്ലാണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി SD ആവും. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ PhD ഉള്ളതും ഇല്ലാത്തതും ഒക്കെ സെയിം തന്നെയാണ്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ PhD എടുത്തുകൊണ്ട് പ്രൊമോഷൻ ഒന്നും പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ല VSSCയിൽ. പക്ഷെ നമ്മൾ കൂടുതൽ അതായത് നമ്മളിപ്പം വർക്ക് ചെയ്യുന്ന ഫീൽഡ് കുറച്ചുകൂടെ പഠിക്കാൻ നമുക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും PhD എടുക്കുകയാണെങ്കിൽ. അപ്പം ഞാൻ എടുക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. 2 കൊല്ലം എന്തോ കഴിയണം എന്നാണ് പറഞ്ഞത് അന്വേഷിച്ചത്. അപ്പം അതല്ലാതെ പ്രൊമോഷന് വേണ്ടിയിട്ട് PhD ആവശ്യമില്ല. കാരണം അവിടുത്തെ ചെയർമാൻമാർക്ക് പോലും PhD ഇല്ല. എല്ലാവർക്കും അല്ല, പലർക്കും PhD ഇല്ല. പലർക്കും ഇപ്പം സോംനാഥ് സാറിനടക്കം സോംനാഥ് സാറിനൊന്നും PhD ഇല്ല. സാറ് റിട്ടയർ ആവാനായപ്പോ എന്തോ ആണ് ഏതോ ഒരു യൂണിവേഴ്സിറ്റി IIT മദ്രാസ് ആണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല, ഓണററി ഡോക്ടറേറ്റ് കൊടുത്തത്. അതല്ലാതെ അവിടെ അധികം ആൾക്കാർക്കും PhD ഇല്ല. പൊതുവെ കുറവാണ്. പക്ഷെ ആൾക്കാർ എടുക്കുന്നുണ്ട് എല്ലാവരും. ഇപ്പൊ എല്ലാവരും എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സയന്റിസ്റ്റ് പോസ്റ്റ് കയറുകയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് PhD കൊണ്ട് പ്രൊമോഷൻസിന് കാര്യമില്ലാന്ന്. നമ്മൾ സയന്റിഫിക് അസിസ്റ്റന്റ് ആയിട്ടാണ് കയറുന്നതെന്ന് വെച്ചാൽ നമുക്ക് PhD എടുത്താൽ സയന്റിസ്റ്റ് ആയിട്ട് പ്രൊമോഷൻ കിട്ടും. അത് പണ്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പം വേക്കൻസി ബേസ്ഡ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം സയന്റിഫിക് അസിസ്റ്റന്റ് ആയിട്ട് കയറുന്നവർക്കും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. PhD എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സയന്റിസ്റ്റ് SD ആയിട്ട് പ്രൊമോഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സയന്റിസ്റ്റ് SC ആയിട്ട് കയറുകയാണെങ്കിൽ PhD എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മളൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് എടുക്കുക എന്നുള്ളത്. PhD വർക്കും ഇവിടുത്തെ വർക്കും മെയിൻ ഡിഫറൻസ് എന്താണ്? അതർ ദാൻ വർക്കിംഗ് ടൈപ്പ്. ഇവിടെ പ്രൊജക്ട് ഇവിടുത്തെ വർക്ക് മെയിൻലി എങ്ങനെയാ, PhDക്ക് നമ്മൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അത് ഇവിടുത്തെ വർക്ക് മെയിൻലി എങ്ങനെയാ വെച്ചാൽ ഞാൻ പോളിമർ ഡിവിഷനിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ മെയിൻലി നമ്മളെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മളെ പ്രോഡക്റ്റ് പോളിമർ ബേസ്ഡ് പ്രോഡക്ട്സ് ആണ്. അപ്പം ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് നമ്മളെ ഡിവിഷനിൽ റെഗുലർ ആയിട്ട് നമ്മൾ ഈ പ്രോജക്ട്സ് ഉണ്ടല്ലോ, ഇപ്പൊ GSLV PSLV അതിലേക്കൊക്കെ മെയിൻലി അഡസീവ്സ്, ഇതിനു വേണ്ട അഡസീവ്സ് ആണ് നമ്മളെ സെക്ഷനിൽ പോകുന്നത്. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഡെലിവറബിൾസ് ഉണ്ടാവും. എല്ലാ ഓരോ പ്രൊജക്റ്റിന് ഇന്ന അഡസീവ്സ് നമ്മളെ സെക്ഷനിൽ പോകുന്നുണ്ടാവും. അതിന്റെ സപ്ലൈ ആണ് ഒരു മെയിൻ വർക്ക് എന്ന് പറയുന്നത്. അതിന്റെ റെഗുലർ ആയിട്ടുള്ള സപ്ലൈ, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു വർക്ക്. പിന്നെ വർക്ക് പറയുന്നത് വെച്ചാൽ നമ്മൾ ഇതുപോലെ R&D ചെയ്യണം, പുതിയ റെസിൻസ് ഡെവലപ്പ് ചെയ്യുക, അതൊക്കെയാണ് എന്റെ സെക്ഷനിൽ നടക്കുന്ന വർക്ക്. പുതിയ റെസിൻസിന്റെ ഡെവലപ്മെന്റ്, അതേപോലെ ഇപ്പം ഗഗൻയാന്റെ തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം, അതൊക്കെ ഇപ്പം നമ്മളെ ഡിവിഷനിലാണ് നടക്കുന്നത്. അപ്പം പുതിയ മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുക, അതേപോലെ റെഗുലർ ആയിട്ട് ഡെലിവർ ചെയ്യുന്ന സാധനങ്ങൾ ഓരോ പ്രൊജക്റ്റിലേക്ക് ഡെലിവർ ചെയ്യുക. ഇതാണ് മെയിൻ ആയിട്ട് അവിടെ വരുന്ന വർക്ക്. ബാർക്ക് DRDO എന്നിവിടങ്ങളിൽ അതിനെപ്പറ്റി അറിയും. ബാർക്കിൽ എനിക്ക് തോന്നുന്നത് ഇതുപോലെയൊക്കെ തന്നെ ആവാനാണ് ചാൻസ്. കാരണം ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി സ്പേസും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പം ബാർക്കിനെ പറ്റി കൂടുതൽ ബാർക്കിൽ കിട്ടിയ ആൾക്കാരുണ്ട് ബെൻസിൽ തന്നെ. അപ്പം അവരുമായിട്ട് സാർ എന്തായാലും ഇനി
സെഷൻസ് വെക്കുമായിരിക്കും, അവരോട് ചോദിക്കാം. DRDOനെ പറ്റി എനിക്ക് അധികം അറിയില്ല. DRDO ഇങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്, ഈ ഒരു മോഡൽ ആവാനാണ് ചാൻസ്, കൃത്യമായിട്ട് അറിയില്ല. ഡിവിഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ അതോ വേക്കൻസി പോലെയാണ് ശരിക്കും പറയുന്നത്. ഇപ്പൊ 3 വേക്കൻസി ഉണ്ടായിരുന്നു, 3 ആള് 3 ഡിവിഷനിലാണ്. അത് റാൻഡം ആയിട്ട് പോകുന്നതാണ്. ചിലരോടൊക്കെ ഏതാ താല്പര്യം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. വേക്കൻസി ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ഡിവിഷനിലേക്ക് നമ്മളെ വിടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഭാവിയിൽ ഈ നമ്മളെ ഡിവിഷൻ മാറ്റുകയൊക്കെ ചെയ്യാം. ഇന്റർ ഡിവിഷൻ ട്രാൻസ്ഫേഴ്സ് ഒക്കെ ഉണ്ടാവും. ഗുഡ് ഈവനിങ് സർ, കൺഗ്രാറ്റുലേഷൻസ് സയന്റിസ്റ്റ് എന്ന നിലയിൽ എത്തിയതിന്. എനിക്ക് സാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞാൽ, ഇതിപ്പോ ISRയുടെയും DRDOയുടെയും ഒക്കെ ആകുമ്പോൾ ബേസിക്കലി പറഞ്ഞ പോളിമർ സൈഡ്, ഫിസിക്കൽ കെമിസ്ട്രി സൈഡ് ആ നിലയിലാണ്. ഓർഗാനിക് കെമിസ്ട്രി നിലയിലാകുമ്പോൾ ഈ സെക്ടറിൽ തന്നെ വളരെ കുറവാണ്, നെഗ്ലിജിബിൾ ആണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഗവൺമെന്റ് സെക്ടറിലാകുമ്പോൾ ഒന്നാമത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ആകുമ്പോൾ മെജോറിറ്റി ആകുമ്പോൾ ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബേസ്ഡ് ഒക്കെ ആ സൈഡിലാണ് പോകുന്നത്. ഒരു ഗവൺമെന്റ് എംപ്ലോയ് ആവണമെങ്കിൽ റാദർ ദാൻ പ്രൊഫസേഴ്സ് ഓർ സയന്റിസ്റ്റ് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ആവും ഓർഗാനിക് കെമിസ്ട്രീനെ ആക്സെപ്റ്റ് ചെയ്യണേ? കാരണം ഞാൻ റെക്കഗ്നൈസ് ചെയ്ത സ്ട്രെങ്ത് പറഞ്ഞാൽ മോർ ഇൻ ടു ഓർഗാനിക് ആണ് റാദർ ദാൻ ഫിസിക്കൽ. അതുകൊണ്ട് ചോദിച്ചത്. അതെ, അപ്പം മെയിനായിട്ട് ഇതുപോലുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എന്താണോ നീഡ് അതിനനുസരിച്ചാണല്ലോ അവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പം ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം ഇപ്പം ISROയിലൊക്കെ മെയിൻലി ഫിസിക്കൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഫിസിക്കൽ അല്ലെ പോളിമർ, ഇലക്ട്രോ കെമിസ്ട്രി ആ ഒരു ബ്രാഞ്ച് ഒക്കെയാണ് വരുന്നത്. അപ്പം ഓർഗാനിക് എനിക്ക് തോന്നുന്നു മെയിൻലി അതല്ലാതെയുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടല്ലോ. ഇപ്പം IIT, NIT, CSIR ലാബ്സിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓർഗാനിക്കാർക്ക് വരുന്നുണ്ട് എന്നാണ് സർ, തോന്നുന്നത്. അത് PhD ലെവലല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് ഗവൺമെന്റ് ജോബ് ലെവൽ. ഇപ്പൊ നമ്മൾ ISR, DRDO എന്ന് പറയുന്ന അതെ പോലെ. അതെ, ഞാൻ PhD അല്ല പറഞ്ഞത്. അതായത് PhD കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. PhD കഴിഞ്ഞിട്ടും CSIR ലാബ്സിലെല്ലാം സയന്റിസ്റ്റ് വിളിക്കുന്നുണ്ടല്ലോ. സയന്റിസ്റ്റ് C വിളിക്കും CSIR ലാബ്സിൽ. അതിന്റെ ക്വാളിഫിക്കേഷൻ PhD ആയിരിക്കും. അപ്പം PhD ഓർഗാനിക് കെമിസ്ട്രിയിലാണ്, സിന്തറ്റിക് ഓർഗാനിക് കെമിസ്ട്രിയിലാണ് PhD എങ്കിൽ എങ്ങനെയായാലും എല്ലാ CSIR ലാബ്സിലും എങ്ങനെയെങ്കിലുമൊക്കെ സിന്തറ്റിക് ഓർഗാനിക് കെമിസ്ട്രിന് വേക്കൻസി ഉണ്ടാവും. അപ്പം ഇങ്ങനെ DSTന്റെ ലാബ്, CSIRന്റെ ലാബ്സിലൊക്കെ ഓർഗാനിക് കെമിസ്ട്രിന് വേക്കൻസീസ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം നമ്മളെ ഇപ്പം CSIRല് ഓർഗാനിക് കെമിസ്ട്രിയിൽ PhD ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അവരെയൊക്കെ സാറുമാര് അവിടുത്തെ സയന്റിസ്റ്റുമാരല്ലേ, ഗവൺമെന്റ് ഓഫീസേഴ്സ് അല്ലേ അവിടുത്തെ. അത് മനസ്സിലായി. ലൈക്ക് CSIR, മെയിൻലി CSIR ആവുമ്പോൾ തന്നെ CSIR ലാബ്സിൽ തന്നെ സയന്റിഫിക് പോസ്റ്റ് അല്ല, സയന്റിസ്റ്റ് പോസ്റ്റ് ഒക്കെ എല്ലാം ഗവൺമെന്റ് ജോബ് ബേസ്ഡ് ആണ്. അതെ ഇത് ഞാനിപ്പോ പറയാൻ ശ്രമിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പൊ സാറാണെങ്കിൽ PhD ഇല്ലാണ്ടാണ് അതെ ഇന്റർവ്യൂ വഴി വന്നത്. അതെ അങ്ങനത്തെ പോലെ പോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചാൻസ് വളരെ കുറവാണെങ്കിലും. അതെ CSIR ലാബ്സിൽ PhD ക്വാളിഫിക്കേഷൻ ഉള്ള സയന്റിസ്റ്റ് ആണ് സ്റ്റാർട്ടിങ്. സയന്റിസ്റ്റ് B ലെവല് ഇല്ല CSIRൽ. അപ്പൊ അത് ശരിയാണ്. അതല്ലാതെ ഓർഗാനിക് കെമിസ്ട്രി ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും വിളിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. ഇജാസർക്കും ചിലപ്പോൾ അറിയണ്ടാവും, എനിക്ക് കൃത്യമായിട്ട് കുറച്ചും അറിയില്ല. കൂടെ ഞാനും ഫിസിക്കൽ സൈഡ് ആയതുകൊണ്ട് എനിക്ക് ഓർഗാനിക്കിന്റെ അത്ര ഒരു അറിവില്ല. മെയിൻലി അപ്പം എക്സാക്ട് ഡയറക്ട്ലി ഗവൺമെന്റ് അല്ലാതെ പ്രൈവറ്റില് ഒരുപാട് പേര് പറഞ്ഞ പോലെ ഫാർമ കമ്പനീസും ഫാർമ അതെ അതെ, R&D അങ്ങനെ പോകുന്നത്. പ്രൈവറ്റിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓർഗാനിക്കിന്. അതല്ലാതെ ബാർക്കിലാണെങ്കിലും, ബാർക്കിൽ വർക്ക് മെയിൻലി ഫിസിക്കൽ ബേസ്ഡ് തന്നെയാണ്, ന്യൂക്ലിയർ ആണ്. പക്ഷെ ഇന്റർവ്യൂവിന് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാന്നാണ് ഞാൻ കേട്ടത്. ഫിസിക്കൽ നമ്മൾ ഓർഗാനിക് ആണ് കംഫർട്ടബിൾ എങ്കിൽ ഓർഗാനിക് അവരോട് പറയാന്നാണ് തോന്നുന്നത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വർക്കിന്റെ നേച്ചർ ചിലപ്പം പ്യുവർ സിന്തറ്റിക് ഓർഗാനിക് ഒന്നും ആയിരിക്കില്ല. അതല്ലാതെ നമുക്ക് അവിടുത്തെ ബാക്കിലെ ഇന്റർവ്യൂവിന് പോയാൽ ഓർഗാനിക് ചൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നാണ്, അങ്ങനെ കേട്ടിട്ടുണ്ട്. സാറിന്റെ കേസിൽ ഓർഗാനിക് കെമിസ്ട്രി അങ്ങനെ സ്പെഷ്യലൈസേഷൻ ആണോ അതോ പഠിച്ച സമയത്ത് ഓർഗാനിക്കിനോട് ബയസ്ഡ് ആയിരുന്നേ ഉള്ളൂ? അങ്ങനെയാണോ? പഠിക്കുന്ന സമയത്ത് ഓർഗാനിക്കിൽ ഭയങ്കര ബയസ്ഡ് ആണ്. ഞാൻ മോർ ഓക്കെ. ഇൻ ടു ഓർഗാനിക് സൈഡിലാണ്. MSc ജനറൽ കെമിസ്ട്രി ആണ്. ഇന്റേൺഷിപ്പ് ഞാൻ CSIR CDRIയിൽ ചെയ്തത്.
അപ്പൊ അവിടുത്തെ ശരിയാണ്. എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞത്. അപ്പോ എനിക്കൊന്ന് വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഒരു എന്താണ് ബാർക്കിന്റെ കേസിൽ ഇപ്പോ യൂഷ്വലി 6 ടോപ്പിക്കാണ് ചൂസ് ചെയ്യാൻ ചോദിക്കുന്നത്, 6 ടോപ്പിക്സോളം ചൂസ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ ആ ടൈമിൽ ഒരു നിയർലി 3 ഓർഗാനിക് ചൂസ് ചെയ്താൽ ഓക്കെയാണ്. ബട്ട് യു ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആൻസർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാർക്കിലേക്ക് ഈ പറഞ്ഞ ജോബിന് അവിടെ കയറാം, ആസ് ലോങ് ആസ് നമ്മൾ ഇന്റർവ്യൂ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ. അതെ അതെ. വർക്കിന്റെ ഞാൻ നേച്ചർ കുറച്ച് ചായവുണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ബാർക്കിന്റെ ഇന്റർവ്യൂസിന്റെ മോക്ക് ഇന്റർവ്യൂസ് എല്ലാം കണ്ടുതരും. അവരെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഒരാളത് കണ്ടത് ഞാൻ ഓർമ്മിക്കുന്നത്, അയാള് ആക്ച്വലി ഓർഗാനിക് കെമിസ്ട്രി ബേസ്ഡ് MSc ഓർഗാനിക് കെമിസ്ട്രി ആണ്. പക്ഷെ അയാൾ ഇന്റർവ്യൂവിന് പോയാലും കുറെ ഫിസിക്കൽ ടോപ്പിക്സ് ആണ് പറഞ്ഞത്. അപ്പൊ പാനൽ ചോദിച്ചു പോലും എന്തുകൊണ്ടാണ് ആ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടും എന്താണ് ഫിസിക്കൽ ടോപ്പിക്സ് പറയുന്നത്. അപ്പൊ ഇയാൾ ഇങ്ങനെ പറഞ്ഞു, ബാർക്കില് പൊതുവെ ഫിസിക്കൽ കെമിസ്ട്രി ആണല്ലോ ചോദിക്കുക, അപ്പൊ അതുകൊണ്ടാണ് ഫിസിക്കല് എടുത്തതെന്ന് പറഞ്ഞു ഇയാൾ. അപ്പം ഇയാളോട് പാനൽ പറഞ്ഞു എന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. നിങ്ങൾ പോയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടണം, ഇങ്ങനെയൊന്നും അല്ല. നിങ്ങൾ ഓർഗാനിക് ആണ് കംഫർട്ടബിൾ എങ്കിൽ ഓർഗാനിക് പറഞ്ഞാൽ മതി നിങ്ങൾ ടോപ്പിക് ആയിട്ട്. അതിൽ നിങ്ങൾ നല്ലോണം പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്യും. അല്ലാണ്ട് ഓർഗാനിക് ടോപ്പിക് എടുത്തുകൊണ്ട് നിങ്ങളെ ചൂസ് ചെയ്യാണ്ടിരിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഒരു വീഡിയോയിൽ കണ്ടതാണ്. ഓക്കെ വിഷ്ണു, ഐ തിങ്ക് എല്ലാവരുടെയും സംശയങ്ങൾ കഴിഞ്ഞിട്ട് തോന്നുന്നു. അപ്പൊ വിഷ്ണുവിന് എന്താണ് ലാസ്റ്റ് ഇപ്പൊ ഒരു ഏകദേശം 45ഓളം പേര് ബാക്കി നിൽപ്പുണ്ട്. ഒരു കോമൺ മെസ്സേജ് ആയിട്ടില്ല വിഷ്ണു ലാസ്റ്റ് പറയുകയാണെങ്കിൽ എന്താണ് ഇവരോട് പറയാനുള്ളത്? മെസ്സേജ് ആയിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല. ഇവര് മെയിൻലി ഞാൻ കണ്ടുവരുന്ന ഒരു കൺസേൺ മെയിൻലി ഇതാണ്. എക്സാംസ് നല്ലോണം അതായത് ഇപ്പം നെറ്റിനൊക്കെ അടുപ്പിച്ചായാലും നമ്മൾ മാക്സിമം എക്സാംസ് എഴുതാൻ നോക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത്. നമ്മൾ എത്ര പഠിക്കുന്നതിനേക്കാളും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എഴുതുന്ന എക്സാംസ് ആണ്. മാക്സിമം നമ്പർ ഓഫ് എക്സാംസ് എഴുതുക എന്നുള്ളത് തന്നെയാണ്. എക്സാംസ് എഴുതുക, എന്നിട്ട് അതിൽ എന്താണോ തെറ്റുന്നത് അത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എഫക്റ്റീവ് ആവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ VSSC സയന്റിസ്റ്റ് SCയുടെ ഇനി നെക്സ്റ്റ് റിക്രൂട്ട്മെന്റ് വരുന്ന എപ്പോഴാ? ഞാൻ പറഞ്ഞല്ലോ, അപ്പോ ബാർക്കിലാവുമ്പം റെഗുലർ ആയിട്ട് വിളിക്കും. എല്ലാ കൊല്ലവും ഏകദേശം ഒരു 15 to 20 ആൾക്കാരെ എടുക്കുന്നുണ്ട് ബാർക്കിൽ എല്ലാ കൊല്ലവും. ഈ സെയിം പോസ്റ്റ് തന്നെയാണ്. അവിടെ സയന്റിഫിക് ഓഫീസർ എന്നാണ് പേര്. അപ്പം റെഗുലർ ആയിട്ട് അത് വിളിക്കും, കറക്റ്റ് ആയിട്ട് എക്സാം നടന്നു. പക്ഷെ ISROയിൽ അങ്ങനെ വിളിക്കുന്നില്ല. ISROയിൽ വിളിക്കുന്നത് തന്നെ വളരെ കുറവ് പോസ്റ്റ് ആയിരിക്കും. എപ്പോഴെങ്കിലും ഒക്കെ അവർ വേക്കൻസി ഇടുക ചെയ്യുക. അപ്പൊ നമ്മള് റെഗുലർ ആയിട്ട് സൈറ്റ് ഒക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ഇപ്പം ഒരു വേക്കൻസി വന്നാൽ എല്ലാവരും അറിയുന്നുണ്ട്. പല വഴിയിലൂടെ നമ്മൾ അറിയുമല്ലോ. എങ്ങനെയായാലും ഒരു വേക്കൻസി ആണെങ്കിൽ പോലും എല്ലാവരും അറിയുന്നുണ്ട്. അപ്പം ISROയിൽ അങ്ങനെ റെഗുലർ ആയിട്ട് അവര് വേക്കൻസീസ് ഇടലില്ല ബാർക്കിലെല്ലാം പോലെ. ബാർക്കിലെ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ കൊല്ലവും ഇടുന്നുണ്ടല്ലോ. ISROയിൽ അങ്ങനെ ഇല്ല. 2-3 കൊല്ലമൊക്കെ കൂടുമ്പോൾ 2-3 വേക്കൻസീസ് ഇടുന്ന ഇതുപോലെ. അത്രേ ഉള്ളൂ ശരിക്കും പറയണത്. അപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുക, ഏതെങ്കിലുമൊക്കെ വിളിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തോണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാണ്ട് ഇന്ന ടൈമിൽ വിളിക്കുക അങ്ങനെ ഇല്ല ISRO. വേറെ ഓൺലൈൻ ബാച്ച് ആയിരുന്നല്ലോ ബെൻസിലിന്റെ. അപ്പോ ഓൺലൈൻ ബാച്ച് ആയതുകൊണ്ട് വീട്ടിലിരുന്നുള്ള ഒരു സ്റ്റഡി റുട്ടീൻ ഒന്ന് ഷോർട്ടാക്കി പറയാമോ? ഞാൻ ഓൺലൈൻ ബാച്ച് ആയിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഓൺലൈൻ ബാച്ച് ആണ് ശരിക്ക് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഓൺലൈൻ ബാച്ച് നമ്മൾ വിചാരിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സംഭവമാണ്. കാരണം ഒരു 2-3 ക്ലാസ് പെൻഡിങ് നമ്മൾ വെച്ച് പിന്നെ നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വിടും. ഇനി നോക്കിയിട്ട് കാര്യമില്ല, ഇനി പിടിക്കാൻ പറ്റൂല, നമ്മൾ തന്നെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണ്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. കാരണം ലാഗ് ആയ പിന്നെ നമുക്ക് തന്നെ മടുപ്പാവും. ഇനി നമ്മളെ കൊണ്ട് ഇത് ബാക്കി കണ്ടു തീർക്കാൻ പറ്റൂല എന്ന് തന്നെ തോന്നും. അപ്പം കറക്റ്റ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് തന്നെ പോവുക. മാക്സിമം എക്സാംസ് എല്ലാം നമുക്ക് തന്നെ ഒരു വിചാരം വേണം, ഇത് നമുക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ നമ്മൾ താനെ പഠിച്ചു പോകും. അതല്ലാതെ നമ്മൾ കുറച്ച് ലൂസായിട്ടാല് പിന്നെ അതങ്ങ് പോകും. കാരണം നമ്മൾ നോക്കാൻ ആരും ഇല്ല. മെയിൻലി നമ്മൾ തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നിൽക്കണം നമ്മളോട്, ഇത് കിട്ടാൻ ഇത് തന്നെ കിട്ടണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ബാച്ചിനെ അപേക്ഷിച്ച് കറന്റ് ബാച്ച് ആക്ച്വലി കണ്ടന്റ് വൈസ് വലിയ വ്യത്യാസമാണുള്ളത്. കാരണം ഇപ്പോഴത്തെ റാങ്ക്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല രീതിയിൽ കണ്ടന്റ് വൈസ് ഡിഫറൻസ് ഉണ്ട്, നല്ലത് അഡ്വാൻസ്ഡ് ആണ്.
ഓൾസോ നിങ്ങളുടെ സമയത്ത് മെന്റർഷിപ്പ് അങ്ങനെ ഡയറക്റ്റ്ലി ഉണ്ടായിരുന്നു. ഇപ്പോ നേരിട്ട് വിളിക്കുന്ന സംവിധാനങ്ങളുണ്ട്. സ്റ്റഡി ആ ഓരോരുത്തരുടെയും പേജിൽ സ്റ്റഡി ട്രാക്കിംഗ് കാര്യങ്ങളെല്ലാം ഇപ്പൊ പുതിയതായിട്ട് ആഡ് ചെയ്യുന്നു. ആ പക്ഷെ വിഷ്ണു പറഞ്ഞാണ് കാര്യം. ബാക്കി അൾട്ടിമേറ്റ്ലി എന്തൊക്കെ ചെയ്തു പറഞ്ഞാലും സ്വന്തമായിട്ട് ആ പറഞ്ഞത് ചെയ്തെടുക്കണം എന്നുള്ളൊരു ഫയർ ഇല്ലാത്തടത്തോളം കാലം ബാക്കി എല്ലാം ഡിഫിക്കൽട്ട് ആയിട്ട് തന്നെ മാറും. അപ്പൊ അങ്ങനെ പറ്റാത്ത ആൾക്കാര് മാക്സിമം ഓഫ്ലൈൻ ചൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അങ്ങനെ ഒരാൾ എപ്പോ നമ്മളെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ മാക്സിമം ഓഫ്ലൈൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ അല്ലാത്തവർക്ക് ഓൺലൈൻ നല്ലതായിരിക്കും. അങ്ങനെ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഒരു കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചാലും മതി. ഞാൻ വിഷ്ണു വീട് അയച്ചു കൊടുത്തിട്ട് പറയുക, അല്ലെങ്കിൽ എനിവേ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ വിഷ്ണു, താങ്ക് യു ഫോർ യുവർ ടൈം. ആൻഡ് ഇവിടെ ഓഡിയൻസ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാവരും, നിങ്ങൾ ഈ ഒരു 1.5 hour സെഷൻ കൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നൊരു തോന്നൽ ഈ വന്നിട്ടുള്ളതിൽ ഒരാൾക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഈ സെഷൻ ആക്ച്വലി സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ പേര് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യും, 10 months പഠിക്കും, അല്ലെങ്കിൽ 10 months കഴിഞ്ഞിട്ട് ലാസ്റ്റ് 2 മാസം ക്രാഷ് കോഴ്സ് വരുമ്പോഴത്തേക്ക് വീണ്ടും പോയി അതിൽ അഡ്മിഷൻ എടുക്കും. കാരണം ഫസ്റ്റ് 10 monthsലെ ക്ലാസ്സുകൾ കാണാതെ ലാസ്റ്റിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം. ആ ഒരു ട്രെൻഡ് ഉണ്ട് എല്ലാവർക്കും. ഇപ്പൊ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവരും പറയുന്നത് ഡിസംബറിലേക്ക് വേണ്ട, ജൂണിൽ തന്നെ നെറ്റ് വേണം, ഏപ്രിൽ ആവുകയാണ്. അപ്പൊ ഒരു ഷോർട്ട് ടൈം കൊണ്ട് സക്സസിലേക്ക് എത്തുക, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു പോകണം, സമയം കളയാൻ, ഈ ഒരു ധൃതി എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും പറയാനുള്ളത്, വിഷ്ണുവിന്റെ ഹിസ്റ്ററി നിങ്ങൾ നോക്കുകയാണെങ്കിൽ BSc ടൈം പ്രോബബ്ലി 2022 മുതലാണ് ജാം എന്ന രീതിയിൽ ഹാർഡ് വർക്ക് സ്റ്റാർട്ട്. 22, 23, 24, 25 നിയർലി 4 yearsോളം ആ പറഞ്ഞ പോലെ 21 കൺസിസ്റ്റന്റ് ആയിട്ട്, അല്ലെ 4.5 yearsോളം കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു എന്റെ റിസൾട്ടിലേക്ക് എത്തിയത്. അപ്പൊ ആ സമയത്ത് നമ്മൾ 2 മാസം കൊണ്ട് JRF വേണം, ജോബ് വേണം, അതൊരു റിയലിസ്റ്റിക് ഗോൾ അല്ല. ഇപ്പോ വിഷ്ണു പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നിങ്ങൾ ഈ ടൈം ലൈൻ ഒക്കെ ഭയങ്കര മനസ്സിൽ വെച്ചിരിക്കാതെ മേക്ക് ഷുവർ ദ ടൈം കൗണ്ട്സ്. നിങ്ങൾ സമയം ഇങ്ങനെ എണ്ണി ഇരിക്കാതെ ആ സമയം നിങ്ങളെ എണ്ണുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം എന്നാണ് വിഷ്ണുവിന്റെ ഈ ഒരു സെഷനെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇനി മുന്നോട്ടേക്ക് കുറെ കൂടെ സീരിയസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ. ആൻഡ് നിങ്ങൾക്ക് ഇനി വരുന്ന അതേപോലെ എക്സാമിനേഷൻസ് എല്ലാം നല്ല എഴുതാനും കഴിയും. യെസ് വിഷ്ണു. NTPC, IREL, അതേപോലെ HPCL അങ്ങനത്തെ സ്ഥാപനങ്ങളിലെല്ലാം കെമിസ്ട്രി ബേസ്ഡ് പോസ്റ്റ് വിളിക്കലുണ്ട്. HPCL റെഗുലറായിട്ട് എക്സാമിനേഷൻ ഇപ്പൊ ഉടനെ വരാൻ ആ പോവുകയാണ്. HPCL അതെ അതെ. അപ്പൊ NTPCയിലാണ് അസിസ്റ്റന്റ് കെമിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് എല്ലാം വിളിക്കലുണ്ട്. അപ്പൊ ആ അത്തരം ജോബ് പോസ്റ്റുകൾ നമ്മൾ കൂടുതലും PhD പോസ്റ്റുകളാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് കുറച്ച് ആ ജോബുകൾ വരുന്നതിലേക്ക് ജോബും മോസ്റ്റ്ലി ഇനി അങ്ങോട്ട് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റിങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ദെൻ. സോ ഓക്കെ, താങ്ക് യു വെരി മച്ച് ആൻഡ് താങ്ക് യു വിഷ്ണു. അപ്പൊ താങ്ക് യു നമുക്ക് ഇനി ഇതുപോലെ താങ്ക് നെക്സ്റ്റ് യു സെഷനിലേക്ക് കാണാം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.